ഇന്ന് പറയുന്നത് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ നമ്മുടെ വിഷയത്തിലേക്ക് വരണം. അതൊരു ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഈ വിഷയത്തെ നിങ്ങൾ കൊടുത്ത ടോപ്പിക് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രോഗ്രാം എന്നാണ്. പക്ഷെ ഞാൻ ഇതിന് വിളിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരവസ്ഥ. ഒറ്റൊരു വരുമാനം മാത്രമല്ല, പലതരത്തിലുള്ള വരുമാനം, പാസീവായിട്ടും നമ്മൾ ആക്റ്റീവായി നേടുന്ന ഇൻകത്തിനപ്പുറം പാസീവായിട്ട് ഇൻകം, അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് ഉപയോഗപ്പെടുത്തിയാലേ നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. ഒരു ശമ്പളത്തിൽ മാത്രം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആവില്ല. കാരണം ആ ശമ്പളം നിരച്ചാൽ അയാൾ ബാക്ക് ടു സ്ക്വയർ വൺ, അല്ലെ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരും. അപ്പൊ അത് പോരാ, നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമുക്ക് പടച്ചവൻ തന്നിട്ടുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി, ശക്തി ഉപയോഗപ്പെടുത്തി, നമുക്ക് പറ്റുന്ന മറ്റ് നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തി ഒക്കെ, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തി എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനുമുമ്പ് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു നോക്കുക. നിങ്ങൾ ഉത്തരം പറയണമെന്നില്ല. ആർക്കെങ്കിലും ഒക്കെ ഉത്തരം പരസ്യമായിട്ട് പറയാൻ തോന്നുകയാണെങ്കിൽ എന്നോട് പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചോദിച്ചാൽ മതി. ഒന്ന്, എന്തിനാണ് നമ്മൾ പ്രവാസിയായത്? പലതരം ഉത്തരം ഉണ്ടാവും. എല്ലാവരുടെയും ഒരേ ഉത്തരവാവില്ല. ചിലർ വളരെ ബൈ ചാൻസ്, ഒരു ചാൻസ് കിട്ടി അങ്ങനെ പോകുന്നു. ചിലർ ചില ലക്ഷ്യങ്ങൾ, 5 കൊല്ലം മാത്രം പ്രവാസം ജീവിക്കാൻ വന്നവർ എത്ര പേരുണ്ട്? 5 കൊല്ലത്തേക്ക് മാത്രം. എല്ലാവരും അങ്ങനെയല്ലേ? ഞാനും അങ്ങനെ വന്നാണ്. 32 വർഷമായി. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചേരും. 5 കൊല്ലം എന്നുള്ളത് മനസ്സിൽ വെച്ചാൽ മതി. അത് നടക്കൂല. അങ്ങനെയാണ് അധികം വരിക. പക്ഷെ എന്തിന് പ്രവാസിയായെന്നുള്ള ചോദ്യത്തിന് നമുക്ക് കുറെ ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ മനസ്സിലവിടെ ഇരിക്കട്ടെ കേട്ടാ. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, എത്ര കാലം ഇവിടെ പണിയെടുക്കും? നേരത്തെ പറഞ്ഞ പോലെ 5 കൊല്ലം എന്നാണ് നമ്മുടെ ഉത്തരം എന്നറിയാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം പോകാൻ സാധ്യത. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു കണക്കൂട്ടലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എത്ര കാലം ഇവിടെ ജോലി എടുക്കും എന്ന ഒരു ചോദ്യം. അത് ഉത്തരം പലതുണ്ട്. നാട്ടില് ഇനി ഒരിക്കൽ ഇവിടുന്ന് ജോലി മതിയാക്കി, അല്ലെങ്കിൽ കമ്പനി പിരിച്ചുവിട്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് ജീവിക്കാൻ എത്ര വരുമാനം വേണം? ഒരു കണക്കൂട്ടിൽ പറയണ്ട, എന്നോടാരും പറയണ്ട. പക്ഷെ നിങ്ങൾ മനസ്സിൽ കൂട്ടിക്കുക. എത്ര, ഒരു മാസം എത്ര വേണം? ചെറിയൊരു കണക്കൂട്ടിൽ നമുക്ക് ഉണ്ടാവൂലേ? ഇപ്പൊ ജീവിക്കുന്ന സ്റ്റാൻഡേർഡിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ എത്ര വരുമാനം വേണം എന്നുള്ളൊരു കണക്കൂട്ടിൽ നമുക്ക് എല്ലാവർക്കും ഇല്ലേ? ഓക്കെ, അതിനുവേണ്ടി ഇപ്പൊ എന്ത് ചെയ്യണം? എത്ര പേർക്കറിയാം ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത്? അതായത് നാട്ടിലൊരു 50,000 രൂപ എല്ലാ മാസവും വേണം എനിക്ക്. അതിനുവേണ്ടി ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് എത്ര പേർക്കറിയാം? എന്ത് ചെയ്യണം ആരിഫ്? നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടാക്കണം, അല്ലെ? ഇത് ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഉത്തരവാണ്, അല്ലെ? ഒറ്റൊരു വരുമാനം കൊണ്ട് മതിയാവില്ല. കാരണം ഇപ്പൊ കിട്ടുന്ന 1000, 2000, 3000, 4000 ഒക്കെ റിയാല് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെലവഴിക്കുന്ന ഒരു രീതിയാണ് മിക്കവാറും അതിൽക്ക് ഉള്ളത്. ഓക്കെ, ചോദ്യമാണ് വീട്ടുകാരോട്, പ്രത്യേകിച്ച് ഇവിടെ ഫാമിലി ഇല്ലാതെ ജീവിക്കുന്ന, ഇനി ഇവിടെ ഫാമിലി ഉണ്ടെങ്കിലും നമ്മുടെ ജോലി, ഇവിടെ ഫാമിലി ഉള്ളവർക്ക് മിക്കവാറും ആളുകൾക്ക് അറിയാം നമ്മുടെ ജോലി എന്താ, എത്ര വരുമാനമുണ്ട്. കാരണം അത് പറഞ്ഞേ പറ്റൂ. പക്ഷെ നാട്ടില് ഫാമിലി ഉള്ളവരോട് പലരും പറയാറില്ല. എന്റെ ജോലി എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് ആരെങ്കിലും ചോദിക്കണ്, ഇന്ന ആളെവിടെ? ഗൾഫിലാണ്. ആൾക്ക് എന്താ ജോലി? ഗൾഫിലാണ്, അല്ലെ? എന്ത് ജോലി എന്ന് ആർക്കും പറഞ്ഞൂടെ? ഏതാ കമ്പനി, എന്ത് ജോലി, എത്ര ഇത് ശമ്പളം, ഏത് ടൈപ്പ് ജോലിയാണ്, പുറത്താണോ അകത്താണോ, ഓഫീസിലാണോ പ്ലാന്റിലാണോ ഫാക്ടറിയിലാണോ സെയിൽസിലാണോ, ഇതൊന്നും അറിഞ്ഞൂടാ. ആകെ അറിയാവുന്നത് ഗൾഫിലാണ്, ഖത്തറിലാണോ, ഇത്ര അറിയുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം പലർക്കും ഉണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ചിലർക്ക് ഉണ്ടെന്നാണ്, ചിലർക്ക് ഇല്ലാന്നാണ്. ഓക്കെ, എന്നോട് ഇപ്പൊ പറയണ്ട. നാട്ടില് സെറ്റിൽ ചെയ്യുന്നത്, അതായത് ഇവിടുത്തെ ജോലിയൊക്കെ അവസാനിച്ചാല്, അല്ലെങ്കിൽ ജോലി അവസാനിപ്പിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ചു പോകുന്നതിനെ കുറിച്ച്, അവിടെ സ്ഥിരമായി താമസിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതിനെല്ലാം എഴുന്നേറ്റ് നിന്ന് ധൈര്യമായിട്ട് ഉത്തരം പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? മീൻസ് സെറ്റിൽ, ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞ സംഗതി,
നാട്ടിൽ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കുടുംബത്തോടൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല. ഓക്കെ. ജോലി, വരുമാനം, ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാട് നാട്ടിലുള്ള എത്ര പേരുണ്ട്? നാട്ടില് ഫാമിലിക്ക് ഇപ്പൊ ഇവിടെ ഫാമിലി നിങ്ങൾ വാപ്പ, ഉമ്മ, പിന്നെ ബന്ധുക്കളില്ല വീട്ടില്, നാട്ടില്, അവരോടൊക്കെ എത്ര വരുമാനം ഉണ്ടെന്ന് പറഞ്ഞൊരു കൈപൊക്കെ ഞാൻ ചോദിക്കുന്നില്ല, എത്ര ഉണ്ടെന്ന് ചോദിക്കൂല. ഓക്കെ, വെരി ഗുഡ്. നല്ല, കാരണം പഴയ ഒരു അവസ്ഥ അല്ല ഇപ്പൊ. ഞാൻ നേരത്തെ പറഞ്ഞ ടീമിന് അതൊന്നും ഉണ്ടാവാറില്ല. നേരത്തെ പറഞ്ഞൊരു ടീമുണ്ടല്ലോ, ഒരു ഏജ്, ആവറേജ് ഏജ് ഒക്കെ പറഞ്ഞു, അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിൽ അതൊക്കെ മാറി വരുന്നുണ്ട്. കൃത്യമായ എല്ലാം ആ വിഷയങ്ങളിലൊക്കെ നല്ല ട്രാൻസ്പെറൻസി കാണിക്കുന്ന ആളുകളാണ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം, എങ്ങനെ സമ്പാദിക്കാം? എങ്ങനെ സമ്പാദിക്കാം? ഇതിൽ ജോലിക്ക് ഇല്ലാത്ത ആരെങ്കിലും കൂടെ ഉണ്ടോ? അതായത് സ്ഥിരമായിട്ട് ഒരു ജോലി ഇപ്പൊ ഇല്ലാത്ത ആരെങ്കിലും? പറയാൻ വിഷമമുണ്ടെങ്കിൽ പറയണ്ട, പക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ട്? ജോലി അന്വേഷിക്കണുള്ളൂ അല്ലെ? ജോലി അന്വേഷിക്കണുള്ളൂ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അല്ലെ? നേരത്തെ ഉള്ള ജോലി നിർദ്ദേശം. അപ്പോ അവർക്കും ഇതിന് ബാധകമാണ്. കാരണം വെച്ചാൽ അടുത്തന്നെ ജോലി ഏതെങ്കിലും ഒന്ന് കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എല്ലായ്പ്പോഴും ജോലി ഇല്ലാതിരിക്കില്ലല്ലോ. കാരണം ഞാനൊരു ഓഡിയൻസിന്റെ ഒരു രീതി അറിയാൻ വേണ്ടിയാണ്. ചിലത് നമ്മൾ പറയുമ്പോൾ ഓഡിയൻസിന് മൊത്തം ഒരു കൺസെപ്റ്റ് അറിയണമല്ലോ. ഓക്കെ, ഇനി അതിൽ ഏറ്റവും പ്രധാനം നിങ്ങളോട് പറഞ്ഞ എങ്ങനെ സമ്പാദിക്കാം? ഒരു ഉത്തരം പറ. എങ്ങനെ സമ്പാദിക്കാം? പട്ടിണി കിടക്കണോ? ചെലവ് ചുരുക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ് എന്താ? അതാണ് ഒന്നാമത്തെ പോയിന്റ്. ചെലവ് കുറക്കുക. ചെലവ് കുറച്ചേ പറ്റൂ, അല്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റില്ല. കാരണം വരുമാനം കൂടുന്നില്ലല്ലോ. വരുമാനം ഇപ്പൊ കൂടുന്നില്ല, സ്ഥിരമായിട്ട് ഒറ്റ ശമ്പളമുള്ളൂ. അപ്പൊ എന്താ ആദ്യത്തെ വഴി? എന്താ? ചെലവ് കുറക്കാം. ഈ രണ്ടു തരം സ്പെൻഡിങ് ഉണ്ട്: ഇമോഷണൽ സ്പെൻഡിങ്, ലോജിക്കൽ സ്പെൻഡിങ്. ആർക്കെങ്കിലും പറയാമോ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് പറയാമോ? നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കണോണ്ട് ഉറക്കം ഒന്ന് കുറക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടാ. എന്താ ഇമോഷണൽ സ്പെൻഡിങ്? ഇമോഷണൽ ഇങ്ങനെ പറയാം. ഒരു എക്സാമ്പിൾ പറയും. എക്സാമ്പിൾ പറയും. ഒരു ഇമോഷണൽ സ്പെൻഡിങ്ങിന് എക്സാമ്പിൾ പറയും. എങ്ങനെ? അത് ചിലപ്പോ വിശന്നാലും ചായ കുടിക്കേണ്ടി. ചെറിയൊരു എക്സാമ്പിൾ. ഓക്കെ, ഈ പറഞ്ഞത്, അതായത് ഐഫോൺ. അതായത് നമുക്കൊരു സാധാ ഫോൺ മതി അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ. ഒരു സാംസങ്ങിന്റെ ചെറിയൊരു ഫോൺ മതി എന്ന് പറഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ. സോറി, ഞാൻ സാംസങ്ങിന്റെ പ്രചാരകനല്ല ഞാൻ. ഒരു ആൻഡ്രോയിഡ് ഫോൺ മതി, അങ്ങനെ പറഞ്ഞല്ലേ, ആൻഡ്രോയിഡ് ഫോൺ മതി. പക്ഷേ അപ്പുറത്തുള്ള ആൾക്ക്, ഓഫീസിലെ ആൾക്ക്, വീട്ടിലെ കസിന്, നാട്ടിലെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനൊക്കെ ഐഫോൺ ഉള്ളതുകൊണ്ട് എനിക്കും ഐഫോൺ വേണം എന്നൊരാൾ ചിന്തിക്കും. അതെന്തായി? ഇമോഷണൽ. കാരണം അപ്പൊ അവൻ 1000 റിയാലിന് പകരം 5000 റിയാൽ ചെലവഴിക്കും. ഇമോഷണൽ സ്പെൻഡിങ് നമ്മുടെ തലക്ക് കയറിയാല് 1000 റിയാലിന് പകരം 1000 റിയാൽ കൊടുത്തൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുന്നതിന് പകരം അവൻ എന്ത് ചെയ്യും? 5000 വാങ്ങാൻ പൈസ ഇല്ലെങ്കിലോ ഇൻസ്റ്റാൾമെന്റ്, EMI. അങ്ങനെ ഒരാളുടെ ഒരു കഥയ്ക്ക് അടുത്തൊരാൾ പറഞ്ഞു. ഞാനൊരു കല്യാണ വീട്ടിലേക്ക് ഒരാൾ പറഞ്ഞു ഇതുപോലെ ഇൻസ്റ്റാൾമെന്റിന് ഐഫോൺ വാങ്ങി 2 ആഴ്ച കൊണ്ട് അത് അടിച്ചുപോയി. അവനിപ്പോ ഇൻസ്റ്റാൾമെന്റും അടച്ചോണ്ടിരിക്കുന്നു, ഐഫോണും ഇല്ല. പഴയ സെറ്റാണുള്ളത് കയ്യില്. അപ്പൊ അതൊരു ദൗർഭാഗ്യം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതാണ് ഇമോഷണൽ സ്പെൻഡിങ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മള് ഒരു TV വാങ്ങിക്കണം വീട്ടിലേക്ക്. അതിനുവേണ്ടി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പേര് പറഞ്ഞ അപ്പൊ അവിടെ ഒബ്ജക്ഷൻ വരും. ഏതോ ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടെ ഇങ്ങനെ കണ്ടു, ഒരു 45 ഇഞ്ച് ഒക്കെ മതി എന്ന് തീരുമാനിച്ചിരിക്കാതെ അവിടെ നല്ല ഗൂഗിൾ TV അല്ലെ, 95 ഇഞ്ചിന്റെയോ അതിനേക്കാൾ അപ്പുറമൊക്കെ ഉള്ളത്. അപ്പൊ ഇതുമായിട്ട് നാട്ടിൽ പോയാൽ ആ നാട്ടില് കിട്ടുന്ന ഒരു സ്വീകരണം അല്ലെ, എല്ലാവരും വന്നൊരു ആദരവ്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വലിയൊരു TV ഉണ്ട്. ഈ ബോധം നമ്മുടെ മനസ്സിൽ കയറുമ്പോ 2000 റിയാലിന് വാങ്ങിക്കാൻ വെച്ച TV നമ്മൾ എത്രായിരം റിയാലിന് വാങ്ങിക്കും? 5000 6000 ഒക്കെ കൊടുത്ത് വാങ്ങിക്കും. ഇതിനെയാണ് എന്ത് പറയാ? ഇമോഷണൽ സ്പെൻഡ്.
നാട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടില് ബന്ധുക്കളുടെ വിവാഹം, പിന്നെ വീട് താമസം, ഇങ്ങനെ പലതരം ചെലവുണ്ട് അല്ലെ. അതിനൊക്കെ അവിടെ ഒരു ലിസ്റ്റ് വരും ചിലപ്പോ. നമ്മളെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ ആ ലിസ്റ്റിൽ ഒരു റീസൺ ഉണ്ടാവും, റീസണബിൾ ആയിരിക്കും ലിസ്റ്റ്. അറിയില്ലെങ്കിലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ ജോലിയെ കുറിച്ചോ വരുമാനത്തെ കുറിച്ചോ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കണം എന്താ, ഖത്തറിലാണ്. അതുകൊണ്ട് ഒരു ലിസ്റ്റ് കൊടുക്കാം. അവിടെ നമ്മൾ ആ ലിസ്റ്റ് അനുസരിച്ച് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അത് ഇമോഷണൽ സ്പെൻഡിങ്. പക്ഷെ നമ്മുടെ വരുമാനത്തെ കുറിച്ചും ജോലിനെ കുറിച്ചും നല്ല ബോധ്യമുള്ള വീട്ടുകാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളൊരു ചെറിയ സംഖ്യ അയച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തൽക്കാലം നമ്മുടെ മുഖം രക്ഷിക്കണം, ഒരു ബാധ്യതയാണ്, ഇതൊക്കെ കണക്കൂട്ടിയിട്ട് ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ അത് ലോജിക്കൽ സ്പെൻഡിങ്. മനസ്സിലായോ? അപ്പോ ചെലവ് കുറക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ ഈ വക സ്പെൻഡിങ്, ഇമോഷണൽ സ്പെൻഡിങ് നമുക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് ആദ്യം അറിയണം. നേരത്തെ പറഞ്ഞ ചായയും പഴംപൊരിയും അതും ഇമോഷണൽ സ്പെൻഡിങ്ങിൽ പെടും. എപ്പോ? വെറുതെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ, വീട്ടിൽ നിന്ന് ചായയും കടിയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ അപ്പുറത്ത് ഗൾഫിൽ നിന്ന് വന്നാലേ ഇന്ന് പോയി കളയാം എന്ന് പറഞ്ഞു പോകുന്ന ചെറിയ എമൗണ്ട് ആയിരിക്കാം. പക്ഷെ ആ ചെറുതും ചെറിയ എമൗണ്ടും, ആ ചെറിയ എമൗണ്ട് എത്ര വലുതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. 450 രൂപ എന്ന് പറയുമ്പോൾ ഒന്നുമല്ലല്ലോ, നാട്ടിലെ 450 രൂപ എന്ന് പറയുന്നത് ഒന്നുമല്ലല്ലോ. പക്ഷെ ആ 450 രൂപ എത്ര വലുതാണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോ എവിടെയൊക്കെ ഇമോഷണൽ സ്പെൻഡിങ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുറച്ചേ പറ്റൂ. എന്നിട്ട് ലോജിക്കൽ സ്പെൻഡിങ്ങിലേക്ക് നമ്മൾ വരുന്നതാണ് എന്ത്, സമ്പാദിക്കാനുള്ള ആദ്യത്തെ വഴി. കുലു വശ്രബു വലാ തുസ്രിഫു. കുലു വശ്രബു വലാ തുസ്രിഫു. നിങ്ങൾ തിന്നോ കുടിച്ചോ, പക്ഷെ വലാ തുസ്രിഫു, അതില് അമിതമാകരുത്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. വല്ലദീന ഇദാ അൻഫഖു ഫീ സബീലില്ലാ എന്ന് പറഞ്ഞിട്ടില്ല, വല്ലദീന ഇദാ അൻഫഖു എന്നാ പറഞ്ഞിട്ടുള്ളൂ. അവർ ചെലവഴിച്ചാൽ, സ്പെൻഡിങ് നടത്തിയാൽ എന്താ ചെയ്യാ? വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. അവര് അമിതമായി ചെലവഴിക്കില്ല, എന്ന പിശുക്കും കാണിക്കൂല. വകാന ബൈന ദാലിക ഖവാമ. അതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കണം. അതാണ് ലോജിക്കൽ സ്പെൻഡിങ്. ലോജിക്കൽ സ്പെൻഡിങ്ങിലൂടെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. കുറച്ച് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളുടെ കഴിഞ്ഞ ഒരു മാസത്തെ ചെലവ് ആരൊക്കെ ഈ വരുമാനവും ചെലവ് എഴുതി വെക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കഴിയും. വരുമാനം ചെലവൊക്കെ എഴുതി വെക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരുള്ളൂ, വളരെ കുറച്ച് എന്ന് പറഞ്ഞൊരു 5% ഉണ്ടാവുള്ളൂ ഈ കൂട്ടത്തിൽ. നിർബന്ധമായിട്ട് എത്രയാണോ നിങ്ങളുടെ വരുമാനം അത് എഴുതി വെക്കുക. ചെലവ് എത്ര ചെറിയ ചെലവാണ്, 1 റിയാൽ ചെലവഴിക്കണമെങ്കിൽ എഴുതി വെക്കുക. പക്ഷെ എപ്പോഴും എഴുതണമെന്നില്ല. ഇപ്പൊ മൊബൈൽ ഉണ്ടല്ലോ, നമ്മൾ ഒരു നോട്ട് എടുത്തിട്ട്, വേറെ ഒന്നും വേണ്ട, ഒരു ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട, ഒരു നോട്ട് എടുത്തിട്ട് വരുമാനം എഴുതി വെക്കണമെന്നില്ല. കാരണം എന്താ, അതറിയാം, ക്ലിപ്തോണ്. പക്ഷെ ചെലവ് എന്തായാലും എഴുതി വെക്കണം. ഞാന് 99 മുതൽ 1999 മുതൽ ഇപ്പൊ എത്ര വർഷമായി? 25 വർഷമായി. അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള എല്ലാ കണക്കും എൻ്റെ അടുത്തുണ്ട്, ഒരു എക്സൽ ഷീറ്റില് കംപ്ലീറ്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് പൈസ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും, ആ എക്സൽ ഷീറ്റ് ഉണ്ടാവും. തന്നാലും തന്നില്ലെങ്കിൽ അതവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അത് വളരെ അനിവാര്യമാണ്. അവിടെയാണ് നമുക്ക് സ്പെൻഡിങ് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഇമോഷണലാണോ നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല എവിടെ ലോജിക്കൽ, എവിടെയാണ് ഇമോഷണൽ, അറിഞ്ഞുകൂടാ. ഈ ചെയ്യുന്ന ആളുകൾ എങ്ങനെ ചെയ്യണം എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട, ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, അവരെന്താ ചെയ്യല് ഒന്ന് പറഞ്ഞേ, എങ്ങനെ ചെയ്യണം? അലി സാഹിബ് ഒന്ന് പറഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പ്, ഓക്കെ, അതിനകത്തേക്ക് എഴുതിയിടും. ഓക്കെ, നല്ലൊരു ഐഡിയ. പിന്നെ ഇവിടെ ആരോ പറഞ്ഞല്ലോ എഴുതേണ്ടത്. എങ്ങനെ എഴുതുന്ന? എക്സൽ ഉണ്ട്. എഴുതി വെക്കും. വരുമാനം ഇത്ര ഡെബിറ്റ് വരും. ഓക്കെ ഓക്കെ. നിങ്ങൾ എങ്ങനെ? ആപ്ലിക്കേഷൻ ഉണ്ട്. ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം? മണി മാനേജർ. വെരി ഗുഡ്. ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ട് ഉപയോഗിക്കണം? എക്സൽ ഷീറ്റിലാണ്. ഓക്കെ. അപ്പോ നമ്മള് പിന്നെ ഇനിയിപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായവരാണെങ്കിൽ
അറിയില്ല എത്ര പേര് സക്കാത്ത് കൊടുക്കാൻ. മിക്കവാറും ആളുകൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത പലരും അങ്ങനെ ബാധ്യസ്ഥരായിരിക്കില്ല. പക്ഷെ നമ്മൾ വലുതാവണം അല്ലെ, നമ്മൾ വലുതാവുന്നു, നമ്മുടെ വരുമാനം കൂടുന്നു, അങ്ങനത്തെ അവസ്ഥ ഉണ്ട്. സക്കാത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നിർബന്ധമായും ചെയ്തേ പറ്റൂ. കാരണം ബേസിക് എക്സ്പെൻസ് കുറക്കണ്ടേ, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ബേസിക് എക്സ്പെൻസ് കുറക്കണം. ഈ പറഞ്ഞ ഇമോഷണൽ സ്പെൻഡിങ് ബേസിക്കലി പെടൂല. നേരത്തെ പറഞ്ഞ ലോജിക്കലി തന്നെ എത്ര പെടും അറിയില്ല. അപ്പൊ കൃത്യമായ കണക്കുണ്ടെങ്കിലേ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ വീട് നിർമ്മാണം, വിവാഹ സൽക്കാരം, നേരത്തെ ഞാൻ പറഞ്ഞ സംഗതിയാണ്. അതിലൊക്കെ ഒരു ജാഗ്രത വേണം. വീട് സ്വന്തമായിട്ട് വീട് നിർമ്മിക്കാൻ ഇപ്പൊ മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവില്ല, എനിക്കറിയാം, ഒരു തുടക്കത്തിൽ വന്നിട്ടുള്ളൂ. പക്ഷെ വീട് നിർമ്മാണത്തെ കുറിച്ച് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള വരുമാനത്തിന്റെ 25% ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് വീട് നിർമ്മാണത്തിന്. എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് ശേഷം പറയാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യാം, ഒരു 25 ഇരട്ടി നമുക്ക് കിട്ടുന്ന കയ്യിലുള്ളതല്ല, കിട്ടുന്ന വരുമാനത്തിന്റെ 25 ഇരട്ടി ലോൺ എടുക്കും. ഇത് അങ്ങനെയാണ് ഒരു വീട് നിർമ്മാണം. വിവാഹ സൽക്കാരമൊക്കെ പറയണ്ട പലരും. എന്ത് പറ്റി? ഏതെങ്കിലും ഒന്ന് ട്രിപ്പ് ആയതായിരിക്കും, ഒന്ന് ചെന്ന് നോക്ക്. അപ്പൊ ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, വീട് നിർമ്മാണം, അതുപോലെ സൽക്കാരം, ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഒരു ജാഗ്രത, അവിടെയൊക്കെ ഒരു ലോജിക്കലായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത് കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെയോ കടമില്ലാതെ ജീവിക്കാൻ ശീലിക്കുക. പറ്റുമോ? കടമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? കടമില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? വളരെ കൈ കൊടുക്കാൻ വളരെ എളുപ്പമുള്ള സംഗതി കിട്ടാറുണ്ടല്ലോ. അതായത് കടമില്ലാതെ ജീവിക്കാൻ പറ്റും. ഈവൻ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പോലും അത് കടമാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എല്ലാ മാസവും അവസാനം അടച്ചു പോകുന്നു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ. തോന്നുന്നത് പോലെ കടം വാങ്ങിക്കുകയും ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കുകയും ഇങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും സമ്പാദിക്കാൻ പറ്റില്ല. ആ സമ്പാദ്യം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സംഗതികളാണ് ഈ പറഞ്ഞത്. അതായത് നിലവിൽ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാതെ തന്നെ സമ്പാദിക്കാനുള്ള ചില വഴികളാണ് ഈ പറയുന്നത്. മനസ്സിലായോ? നിലവിൽ മറ്റൊരു എക്സ്ട്രാ വരുമാനം ഇല്ലാതെ നമുക്ക് 1000 റിയാലേ ഉള്ളെങ്കിൽ പോലും ആ 1000 റിയാലിന്റെ അകത്ത് നിന്ന് നമുക്ക് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് നിർബന്ധമായും നമ്മൾ പാലിച്ചിരിക്കണം. ഓക്കെ, അത് അത്ര ഫിലോസഫിക്കലി പോയാല് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ഇത്ര കടം കിട്ടണം, അത്ര ഫിലോസഫിക്കലി പോകണ്ട. നമ്മൾ കുറച്ചുകൂടി നമ്മളെ പ്രാഗ്മാറ്റിക് ആയിട്ട് ചിന്തിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. ഇൻഷുറൻസ് പോളിസി, ഇൻഷുറൻസിനെ കുറിച്ച് അതിന്റെ ദീനി മാനദണ്ഡങ്ങൾ, ഹലാല് ഹറാമ് ഒക്കെ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് പലതരം ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടി വരും. വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തേ പറ്റൂ, നിവൃത്തിയില്ല. ഹെൽത്ത് ഇൻഷുറൻസും ഇന്നത്തെ കാലത്ത് ആ അർത്ഥത്തിൽ ഒരു അനിവാര്യമായി വരുന്ന സംഗതിയാണ്. അതും ചിലപ്പോഴല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ എടുക്കേണ്ടി വരും. അതേസമയം ലൈഫ് ഇൻഷുറൻസ് വേണോ, അതിൽ പലിശയുടെ സംഗതികൾ മാത്രമല്ല, ലൈഫ് ഇൻഷുറൻസ് തന്നെ പലപ്പോഴും ഒരു ബാധ്യതയായിട്ടും നമ്മുടെ സമ്പാദ്യം പല അർത്ഥത്തിലും കുറക്കുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിച്ച് അതിന്റെ ദീനി വശങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് മാത്രം അത് ചെയ്യുക എന്നുള്ളതാണ്. പല ഗൾഫുകാരും വീട് പോകുന്ന ഒരു സംഗതിയാണ് പോൺസി സ്കീം. അതായത് ഇല്ലാത്ത വരുമാനം പറഞ്ഞിട്ട് നമ്മളെടുത്ത് പൈസ വാങ്ങിക്കാം. ഇപ്പൊ ഡിജിറ്റൽ കറൻസി വന്നപ്പോ അതിന്റെ പേരില് ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ കേരളത്തിൽ നന്നായിട്ട് വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും കേട്ടോ, മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞൊരു സ്കീം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ആ രീതി ഉപയോഗിച്ചിട്ട് ആളുകളെ ചേർക്കാം. പിന്നെ അപ്പൊ എന്താ, ഈ നെറ്റ്വർക്ക് വരുമാനം, അത് നെറ്റ്വർക്കിങ്ങിനെ വികസിക്കുന്നതനുസരിച്ച് മാത്രം വരുമാനം കിട്ടുന്നത്, പെട്ടെന്ന് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തുടക്കത്തിൽ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് തോന്നും, ആകർഷകമായിട്ട് തോന്നും. എന്ന് മാത്രമല്ല, 1 ലക്ഷം കൊടുത്താൽ 1000 രൂപ തരും എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. ആദ്യത്തെ 2-3 മാസം മുടങ്ങാതെ കിട്ടുമ്പോൾ നമ്മൾ അതിൽ വീഴും. പിന്നെ അടുത്ത ലക്ഷം കൊടുക്കും. അങ്ങനെ ഇപ്പൊ ഈ അടുത്ത് നിങ്ങൾ എല്ലാ ദിവസവും പത്രം നോക്കൂ. ഇന്ന് രാവിലെ ഞാൻ പ്രത്യേക ഈ തട്ടിപ്പിന്റെ വാർത്ത ഞാൻ സ്ഥിരം വായിക്കും. കാരണം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എവിടെയൊക്കെയാണ് ആളുകൾ പെട്ടുപോകണമെന്ന് അറിയുന്നത്. വേറെ ഒരു സാഡിസ്റ്റിക് മെന്റാലിറ്റിയിലല്ല, മറിച്ച് നമ്മുടെ ആളുകൾ ഇത്ര ശുദ്ധന്മാരായി പോകുന്നതിന്റെ ഒരു സങ്കടം,
അത് കാരണം ഞാനത് വായിക്കും. 46 ലക്ഷം ഒരാള് പിന്നെ ചെയ്ത പണി എന്താണെന്നറിയോ, ഓഫർ ചെയ്ത പണി എന്താണെന്നറിയോ, ടെലഗ്രാമിൽ മൂപ്പര് സിനിമ ഇടും, ആ സിനിമ റിവ്യൂ ചെയ്താൽ പൈസ കൊടുക്കും. അങ്ങനെ ആദ്യം മൂപ്പര് ഒരു 10,000 രൂപ കൊടുത്തു, അപ്പൊ 1,000 രൂപ തിരിച്ചു കൊടുത്തു, പിന്നെ 20,000 കൊടുത്തു, 2,000 കൊടുത്തു, ഇങ്ങനെ കൊടുത്ത് 46 ലക്ഷം പോകുന്നത് വരെ ഈ മനുഷ്യൻ അറിഞ്ഞില്ല ഇത് തട്ടിപ്പാണ്. അതൊക്കെ സഹിക്കാം. 19 കോടി കൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് ഓൺലൈനായിട്ട്. അപ്പോ ഈ ബേസിക്കലി ഏത് ഒരു പ്രൊജക്ടിനെ കുറിച്ച് നമ്മളൊരു പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്നെക്കാൾ കൂടുതൽ നല്ല അറിവുള്ള ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷെ ഇവിടെ ഉണ്ടാവും. ഒരു 10-12% അതിൽ കൂടുതൽ ലാഭം ആര് ഓഫർ ചെയ്താലും സംശയിച്ചോ, 10-12 മാക്സിമം. അതിന്റെ അപ്പുറത്തേക്ക് നന്നായി ബിസിനസ് ചെയ്തിട്ട് ഇപ്പൊ ഈ കാലത്ത് ഒരു നിലക്കും ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ലാഭം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാരും നമുക്ക് തരൂല. ആ ലാഭം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് തരൂല. അപ്പോ അതൊരു ബേസിക് സംഗതിയാണ്. രണ്ടാമത്തെ ഒരു സംഗതി, ഈ പറയുന്ന ആളെ കുറിച്ച് നല്ല അറിവ് വേണം. അറിവുണ്ടായിട്ടും കാര്യമില്ല, അറിവുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല മുത്തവായിട്ടുള്ള ആളുകളാണ് ചിലപ്പോ സുന്ദരമായി പറ്റിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ചെയ്യുന്ന ബിസിനസ്, അതിന്റെ സാധ്യത, ഇത് പഠിക്കുക. ഇങ്ങനത്തെ ഒരു പഠനം ഇല്ലാണ്ടാണ് നമ്മളിൽ പലരും കണ്ടുകൊടുക്കുക. അപ്പൊ ഇത്തരം സ്കീമുകൾ നമ്മുടെ പൈസ പോകുന്ന ഒരു വഴിയാണ്. അതിലൊന്നും വീഴാതിരിക്കുക. പിന്നെ വരുമാനം വർദ്ധിക്കുക, അതാണ് ഞാൻ അവസാനം പറയുന്നത്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. കാരണം നിലവിലുള്ള വരുമാനത്തിൽ നമ്മൾ സേവ് ചെയ്യുന്നതിന് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ വളരെ സേഫ് ആയിട്ട്, എന്നാൽ പൂർണ്ണമായിട്ടും സേഫ് ആയിക്കോണമെന്നില്ല, റിസ്ക് ഉണ്ടാവും. റിസ്ക് ഇല്ലാതിരിക്കില്ല, പക്ഷെ താരതമ്യേന റിസ്ക് കുറഞ്ഞ സുരക്ഷിതമായ വഴികളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കും. ചില വഴികൾ നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യും. അത് കംപ്ലീറ്റ്ലി റിസ്ക് ആണോ, റിസ്ക് ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ അല്ല, പക്ഷെ താരതമ്യേന റിസ്ക് ഫ്രീ ആണ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് നോക്കുമ്പോൾ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ചില മെത്തേഡ്സ് നമ്മൾ പറയും. ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം അതൊന്നും കണ്ണുടച്ച് വിശ്വസിക്കേണ്ട. അതൊക്കെ സബ്ജക്ട് ടു സ്റ്റഡി, ഫർദർ ഇവാലുവേഷൻ. അത് അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി വീട്ടുകാരെയും പങ്കാളികളാക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് തീരുമാനിച്ചാൽ നടക്കൂല. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വീട്ടുകാർ, അതായത് ഇപ്പൊ നമ്മളൊരു 10,000 രൂപ മാസം വീട്ടിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ, വൈഫാണ് കൈകാര്യം ചെയ്തെങ്കിൽ പറയാ, ഒരു 1000 രൂപ ഏതെങ്കിലും ഒന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എടുത്ത് മാറ്റി വെക്കുക. പണ്ട് എന്റെ ഉമ്മയൊക്കെ ചെയ്യുന്ന കണ്ടുണ്ട്. എപ്പോ അരി മേടിച്ചാലും, കടയിൽ നിന്ന് അരി മേടിച്ചാലും ഒരു പിടി അരി എടുത്തിട്ട് ഒരു കലത്തിലെടുത്തു. എത്ര അരി മേടിച്ചാലും ആ അരി, ഇപ്പൊ വാങ്ങിക്കുന്ന അരി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറ് തികയൂല അന്നത്തെ കാലത്ത്. പക്ഷെ അതൊന്നും ഒരു പിടി എടുത്തിട്ട് മാറ്റി ഒരു കലത്തിലിടും എല്ലാ ദിവസവും. എന്തിനാ? ഈ വാങ്ങിക്കാൻ അരി ഇല്ലാത്തൊരു സമയം വരും, അല്ലെങ്കിൽ കാശ് ഇല്ലാത്തൊരു സമയം വരും. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ട് കഞ്ഞി വെക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്ക് 1000 റിയാലുള്ളെങ്കിലും അതിൽ നിന്ന് ചെറിയൊരു സംഖ്യ നമ്മൾ മാറ്റിവെക്കുന്നതോടൊപ്പം നമ്മൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ സംഖ്യ സേവ് ചെയ്യാൻ അവരോടും പറയാം. അതില് ഏതെങ്കിലും നിലക്ക് അത് ഇൻവെസ്റ്റ്മെന്റോ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മറ്റു വഴികളോ അതൊക്കെ ആക്കി മാറ്റാൻ അവരെ പങ്കാളികളാക്കാം. ആ ഒരു രൂപത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. AC വർക്ക് ചെയ്യണ്ടേ? ഉണ്ടല്ലേ? ഓക്കെ, ശരി. എത്ര സേവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വരുമാനത്തിന്റെ 20 മുതൽ 30% വരെ സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? വരുമാനത്തിന്റെ 20 മുതൽ 30% വരെ സേവ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ, 2 ആളുണ്ട്. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. ആരും കടം ചോദിക്കൂല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. വളരെ കുറച്ച് പേരുള്ളൂ. മറ്റുള്ളവർ എന്തുകൊണ്ടാണ് സേവ് ചെയ്യാത്തതെന്ന് പറഞ്ഞേ? ചെലവ് കൂടുതലാണ് അല്ലെ? അതായത് കിട്ടുന്ന വരുമാനം ചെലവായി പോകണം. ഓരോന്ന് കഴിഞ്ഞ് ഓരോന്ന് വരും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പറയുന്നവരോട്. നാളെ നിങ്ങളുടെ കമ്പനി പറയാണ് നിങ്ങളുടെ 20% ശമ്പളം കുറച്ചു, എത്ര പേര് നാട്ടിൽ പോകും? ഒറ്റ ആളെ പോകുള്ളൂ. നാളെ നിങ്ങളുടെ കമ്പനി പറയാണ് നിങ്ങളുടെ 20% സാലറി കുറച്ചു. ഇപ്പൊ ചെലവ് ഓരോന്നോരോന്നായി വരുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരോട് നാളെ കമ്പനി പറഞ്ഞു 20% സാലറി കുറച്ചു, ഒരാളെ പോകുള്ളൂ. ഖത്തർ ഗവൺമെന്റ് പറഞ്ഞു നാളെ മുതൽ വാറ്റ് ടാക്സ്, വാല്യൂ ആഡ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് 20%. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം
20% ഞങ്ങൾ പിടിച്ചിട്ടേ തരുള്ളൂ എന്ന് ഖത്തർ ഗവൺമെന്റ് പറഞ്ഞാൽ എത്ര പേര് നാട്ടിൽ പോകും? അപ്പോഴും ഒരാളെ പോകുള്ളൂ, ബാക്കിയാരും പോകില്ല. കാരണം എന്താ? പോകാൻ കഴിയില്ല അല്ലെ? അതിന്റെ മറ്റൊരർത്ഥം എന്താ? ആ 20% സേവ് ചെയ്താൽ മതി. നിങ്ങളുടെ കമ്പനി ശമ്പളം കുറച്ചു എന്നാണ് വിചാരിച്ചാൽ മതി. ഖത്തർ ഗവൺമെന്റ് ടാക്സ് ഏർപ്പെടുത്തി എന്നാണ് വിചാരിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം? നാളെ മുതൽ 20% സേവ്. എഴുതിക്ക് എല്ലാവരും, നിങ്ങളെ കൂടെ ഒരു പ്രതിജ്ഞ എടുപ്പിക്കും. അത് നാളെ മുതല് ശമ്പളം കമ്പനി കുറച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലും ഖത്തർ ഗവൺമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 20% സേവ് ചെയ്യുന്ന ഉറപ്പുള്ളവരിക്കും. ആ നാട്ടിൽ പോകുന്ന ആൾക്ക് വേണമെങ്കിൽ ഇരിക്കണമെന്നില്ല. അല്ല, ഞാനത് തമാശയായിട്ടാണ് ചെയ്തത്. പക്ഷെ ഈ പ്രതിജ്ഞ പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. പക്ഷെ പറഞ്ഞോ എടുത്തുപോയി. ഓക്കെ, അതിന് മറുപടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്താലും ഇല്ലെങ്കിലും വരും അല്ലെ? സേവ് ചെയ്താലും ഇല്ലെങ്കിലും എമർജൻസി നമുക്ക് വന്നേക്കാം, ആർക്കും വന്നേക്കാം. അപ്പൊ അതിനൂടെ കണക്കാക്കി വേണം നമ്മൾ സേവ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ 20% സേവ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ 25% സേവ് ചെയ്യേണ്ടി വരും. 5% എമർജൻസിയിലേക്ക്, ഒരു 5% എമർജൻസിയിലേക്കും 20% പുതിയൊരു ഇൻകം എന്നുള്ളതാണ്. എനിവേ, അപ്പോ ഇത് ഞാൻ ഈ പ്രതിജ്ഞ ഒരു പാലിക്കാൻ ബാധ്യസ്ഥമായ ഒരു പ്രതിജ്ഞ അല്ലെങ്കിലും നിങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു വഴി അതാണ്. കാരണം അതിന് ഇംഗ്ലീഷ് പറയുന്ന ഒരു വഴിയുണ്ട്. ഇതാണ്, ആദ്യം സേവ് ചെയ്യുക, പിന്നെ സ്പെൻഡ് ചെയ്യുക. പേ യു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബില്ലുണ്ടാവും? നമുക്ക് റൂം റെന്റ് കൊടുക്കണം അല്ലെ, ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണം, ടെലിഫോൺ ബില്ല് അടക്കാനുണ്ടാവും, നാട്ടിലേക്ക് അയക്കാനുണ്ടാവും അല്ലെ, ഇങ്ങനെ കുറെ ബില്ലുകളുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അതല്ലേ? പക്ഷെ അത് മാറ്റിയിട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ഈ എന്റെ 20% അത് ആദ്യം മാറ്റി വെക്കുക. എന്റെ ഭാവിക്ക് വേണ്ടി, റിട്ടയർമെന്റിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പെൻഷൻ ഫണ്ട് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി പോകുന്ന ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടി ഞാനൊരു 20% മാറ്റി വെക്കുന്നു എന്നുള്ളത് ആദ്യം ചെയ്തിട്ട് വേണം ബാക്കിയൊക്കെ. അപ്പൊ മറ്റുള്ളവരൊക്കെ എന്ത് പറ്റും? കുറവ് വരും. എങ്ങനെയാ? എല്ലാ ദിവസവും പുറത്തു പോയി 2 ചായ കുടിക്കുന്ന 1 ചായ ആക്കും. ഒരു എക്സാമ്പിൾ പറയണേ, ഫോൺ അത്ര GB വേണ്ട, വൈഫൈ ഉള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് വെക്കും. മനസ്സിലാവുണ്ടോ? പെട്രോള് എല്ലാവർക്കും കാറിൽ പോകണ്ട, കാർ ഒന്ന് മെട്രോ സ്റ്റേഷനിലിട്ട് മെട്രോയിൽ പോവാം എന്ന് വിചാരിക്കും. എങ്ങനെയാണെങ്കിൽ പേ യു ഫസ്റ്റ് ആണെങ്കിൽ. മറിച്ച് ആദ്യം നമ്മൾ ഈ ബില്ലെല്ലാം കൊടുത്തിട്ട് സേവ് ചെയ്യാൻ നിന്നാലോ ഒന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ കല്യാണത്തിന് 10,000 ആയിട്ടുള്ളൂ, 5,000 ആയിട്ടുള്ളൂ, മതി. 5,000 അയച്ചാൽ മതി. നമ്മൾ 10,000 അല്ല 20,000 അയച്ചാൽ അവർക്കൊക്കെ ഒന്നെങ്ങനെ. കാരണം എന്താ? ഖത്തറിനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഖത്തറിനാ വരുന്ന. അപ്പോ ഈ പരിപാടി നമ്മൾ തുടങ്ങാം. പേ യു ഫസ്റ്റ്. എനിക്ക് വേണ്ടിയിട്ട് ആദ്യം പേ ചെയ്യാം, എന്നിട്ട് ബാക്കിയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ചോദ്യം, ഇത് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? അത് ഞാൻ ചോദിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഇത് അസറ്റ് ആയിട്ടാണ് കരുതുക അല്ലെ? വീട് അസറ്റാണ്. കാരണം എന്താ? വീട് അവിടെ ഉണ്ടാവും. കാറ് ഒരു അസറ്റാണ്, അസറ്റായിട്ട് അല്ലെ നമ്മൾ അങ്ങനെ പറയണം, ഒരു അസറ്റായിട്ട് അവിടെ ഉണ്ടാവും. മാച്ചാവൂല. അതായത് ഇത് എങ്ങനെയാണ്, എന്താണ് അസറ്റ് ലയബിലിറ്റി? അത് പറഞ്ഞാൽ നമുക്ക് ഇത് ഒന്നുകൂടെ തിരിയും. അസറ്റ് വേഴ്സസ് ലയബിലിറ്റി. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ പണം നമുക്ക് ഇട്ടുതരാൻ പറ്റുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയാ? അസറ്റ് എന്ന് പറയാം. പോക്കറ്റിൽ നിന്ന് പണം ചോർത്തുന്ന സംഗതിയാണ് എന്ത്? അപ്പൊ എക്സാമ്പിൾ, കാർ ഒരു അസറ്റ് ആവും. എങ്ങനെയാണെങ്കിൽ ആ കാറ് റെന്റിന് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ അത് അസറ്റ് ആവും. വീട് നമുക്ക് അസറ്റ് ആവും. ആ വീട് ചിലപ്പോൾ നമുക്ക് വാടകയ്ക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് വാടക നമുക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ അത് അസറ്റ് ആവും. പക്ഷെ നമ്മൾ താമസിക്കുന്ന വീട് ആ അർത്ഥത്തില് നമുക്ക് ലയബിലിറ്റിയാണ്. കാരണം എന്താ?
പൈസ അങ്ങോട്ട് പോണു അല്ലെ. കാരണം പല ഗൾഫുകാർ പണ്ടത്തെ പ്രത്യേകിച്ച് ഇപ്പോ ഒക്കെ പറയുന്നത് മിക്കവാറും വീടുകളിൽ ആരുമില്ല. ഗൾഫുകാരുടെ ഒരു 10 ലക്ഷം വീട് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കേണ്ടതെന്ന് പറയണം. എന്റെ അടക്കം നമ്മുടെ പലരുടെ അടക്കം വീടുകളും അടഞ്ഞു കിടക്കണേ. എന്താ പക്ഷെ ആ സമയം വീടില്ലാതെ പറ്റൂല. അപ്പോ ഇത് ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ വീട് ഉണ്ടാക്കാം, അസറ്റ് വാങ്ങിക്കാം, നമുക്ക് ലയബിലിറ്റി വാങ്ങിക്കാം. എങ്ങനെ? അസറ്റ് ആദ്യം ഉണ്ടാക്കണം. അതാണ് പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വീട് വെക്കാൻ തീരുമാനിച്ചിട്ട് നാളെ തന്നെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വീട് വെക്കരുത്. നിങ്ങൾ ആ വീട് വെക്കാൻ ഉപയോഗിക്കുന്ന പൈസ ഉപയോഗിച്ചിട്ട് ലയബിലിറ്റി വാങ്ങിക്കുന്നതിന് പകരം അസറ്റ് വാങ്ങിക്കാം. ആ അസറ്റിൽ നിന്നുള്ള പണം കൊണ്ട് വീട് വെക്കുക. സാധിക്കും എന്നതിന് മൈസെൽഫ് ഈസ് ആൻ എക്സാമ്പിൾ. ഞാൻ വീട് വെച്ചത് കഴിഞ്ഞ 3 വർഷം മുമ്പാണ്. ഇതുവരെ വീട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വാടകയ്ക്ക് താമസിക്കുന്നത് പോലെ പോലത്തെ ഒരു സംവിധാനത്തിലാണ് ഞാൻ താമസിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു പഴയ വീട് വാങ്ങിയിട്ട് അത് ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിലാണ് ഞാൻ താമസിച്ചത്. കാരണം ഇതുപോലെ നാട്ടിൽ പോകുമ്പോൾ ഒരു കൊല്ലത്തില് 1 മാസം 2 മാസമൊക്കെ മതി, അങ്ങനെയൊക്കെ താമസിച്ചാൽ മതി. അപ്പൊ വീട് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ വീട് വെക്കരുത്. അൺലെസ് ഉമ്മ വേറെ എവിടേക്കോ ആണ് താമസം, ഉമ്മാനെ താമസിപ്പിക്കണം, അല്ലെങ്കിൽ ഉമ്മാനും വാപ്പാനെ അങ്ങനെ താമസിപ്പിക്കണം. ഭാര്യയും മക്കളും ഒക്കെ ഒരു അത്രക്ക് കഷ്ടപ്പാടിനുള്ള ഒരു അവസ്ഥ, അങ്ങനെയുള്ളൊരു അതിന്റെ എക്സെപ്ഷൻ ഉണ്ടാ. അതല്ല, ഒരു വീട് എന്റേതായ ഒരു വീട് വേണം എന്ന ഒരു ചിന്തയില് അതിൽ തന്നെ വീട് വെക്കുക എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരണമെങ്കിൽ ഇപ്പൊ വെക്കരുത്. ഓക്കെ. എന്നിട്ട് അത് വെക്കുന്നതിനെ കുറിച്ച്, അതായത് അസറ്റ് വാങ്ങിക്കാൻ നമ്മൾ മുൻഗണന കൊടുക്കണം. ശമ്പളം കിട്ടുന്ന 1-ാം തീയതി മുതൽ ഈ പറഞ്ഞ 20% ഉപയോഗിച്ചിട്ട് അസറ്റുകൾ വാങ്ങിക്കാം. ഓക്കെ. ലയബിലിറ്റീസ് വാങ്ങുന്നത് അസറ്റിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരിക്കണം. കാറ് വാങ്ങിച്ചോ, എത്ര നല്ല കാറ് വേണമെങ്കിലും വാങ്ങിച്ചു, പക്ഷെ അസറ്റ് ഉണ്ടാക്കിയിട്ട് ആ അസറ്റിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് മഹീന്ദ്ര കാറോ, അതിന്റെ അപ്പുറത്ത് എനിക്കിപ്പോ പറയാൻ കഴിയുന്നൊരു വലിയ വാഹനം പറയുന്നുള്ളൂ കേട്ടോ, അതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ കൺസെപ്റ്റിൽ വേറെ വണ്ടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ വാങ്ങിച്ചോളൂ. പക്ഷെ അസറ്റ് വേണം. ഓക്കെ. ഇറ്റ്സ് നോട്ട് ഹൗ മച്ച് മണി യു മേക്ക്, ബട്ട് ഹൗ മച്ച് മണി യു കീപ്. 1000 റിയാലാണ് ഉണ്ടാക്കുന്നത്, അതല്ല. 1000 റിയാൽ ഉണ്ടാക്കുമ്പോൾ 200 റിയാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ 10,000 റിയാൽ ശമ്പളം കിട്ടുമ്പോൾ 2,000 റിയാൽ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. 1000 റിയാൽ ഉണ്ടാകുമ്പോൾ 200 റിയാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 1 ലക്ഷം റിയാൽ കിട്ടിയാലും 20,000 റിയാൽ നിങ്ങൾ സേവ് ചെയ്യൂല. ഇവിടെ അനുഭവമുണ്ട്. ഖത്തറിൽ നിന്ന് ഒരു ലേ ഓഫില് 250-300 ആളുകൾ പോയി. അതിൽപ്പെട്ട ഒരാള് എന്നോട് വന്നിട്ട് കരഞ്ഞു പറഞ്ഞതാണ്, എനിക്ക് 20,000-ന്റെ മേലെ ശമ്പളം ഉണ്ടായി, 20,000 റിയാലിന്റെ മേലെ ശമ്പളം ഉണ്ടായിരുന്നു എല്ലാ മാസവും. പക്ഷെ ഇപ്പോ ഈ മാസം കിട്ടിയ ശമ്പളം മാത്രമേ കയ്യിലുള്ളൂ. അപ്പൊ നിങ്ങൾ സേവ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോ തുടങ്ങണം? ശമ്പളം കിട്ടിയ 1-ാം തീയതി മുതൽ. 1000 ആണെങ്കിൽ 200, 2000 ആണെങ്കിൽ 400. അത് സേവ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച് അങ്ങനെ ചെയ്തോ എങ്കിൽ 10,000 കിട്ടിയ 2,000 ബാക്കി ഉണ്ടാവും. 1 ലക്ഷം കിട്ടിയാൽ 20,000 ബാക്കി ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നതിനപ്പുറം നാം നേടിയെടുത്ത പണം നമുക്ക് വീണ്ടും പണം ഉണ്ടാക്കി തരുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയാ, സാമ്പത്തിക സ്വാതന്ത്ര്യം. സെക്കൻഡിൽ പണം ഉണ്ടാക്കുന്നവരുണ്ട്. എങ്ങനെയാ? ഇപ്പൊ ഒരാള് നല്ല യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്ന ആളാണ്, അയാൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ റൊണാൾഡോ വേണ്ട, നമുക്ക് ചെറിയ ചെറിയ ആളുകൾ പറ, റൊണാൾഡോയുടെ ലെവലിൽ നമ്മൾ എത്തില്ല. ചെറിയ ആളുകള് അല്ലെ? ഓക്കെ സംഭവിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സെക്കൻഡ് കൊണ്ട് പണം ഉണ്ടാക്കുന്ന ആളുകള് ഇത്തരം, അതായത് യൂട്യൂബിൽ ഒരു വീഡിയോ നല്ല കുറച്ച് ഇപ്പൊ അങ്ങനെ ഒരുപാടൊന്നും പിന്നെ ഭയങ്കരമായിട്ടൊന്നും കഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ചെറിയ സംഗതികൾ ഉണ്ടാക്കിയിട്ട്, യൂട്യൂബ് ഹലാലാണോ ഹറാമാണോ എന്ന് ചർച്ച നമുക്ക് വേറെ നടത്താം, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു സെക്കൻഡ് നമുക്ക് പണം കിട്ടുന്ന ഒരു സംഗതിയാണ്. റീൽസ്, അത്തരം സംഗതികൾ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായ എത്തിക്സ് കൊണ്ടുവന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ എന്നുള്ളതാണ്.
എന്തും ചെയ്തിട്ട് പണം ഉണ്ടാക്കാന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് ഇല്ലല്ലോ. എങ്ങനെയും പണം ഉണ്ടാക്കാന്നല്ല ഞാൻ പറയണം. എത്തിക്സ് ഒക്കെ പാലിച്ചിട്ട് നമുക്ക് ഇനി മന്ത്ലി ഡെയിലി വരുമാനം കിട്ടുന്ന സംഗതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാറ് നമ്മൾ വാടക കൊടുത്തു, അല്ലെങ്കിൽ അത്തരം ഒരു ചില ആള് ഷോപ്പ് ഡെയിലി റെന്റിന് കൊടുക്കും. മന്ത്ലി വരുമാനം കിട്ടുന്ന വഴിയാണ് ഒരു വീട് വാടക കൊടുക്കുക, അതുപോലെ തന്നെ അത്തരം സംഗതികളൊക്കെ. അപ്പോ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് തന്നെ വരുമാനം നേടിത്തരുന്ന അവസ്ഥ, അത് എത്ര ചെറിയ ആൾക്കും സാധിക്കും ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒരുപാട് പൈസ വേണ്ട നമുക്ക് പണം സമ്പാദിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 450 രൂപ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 450 രൂപ എത്രയുണ്ട്? എത്ര റിയാൽ വരും? 450 രൂപക്ക് എത്ര റിയാൽ വരും? ഒന്ന് കണക്കൂട്ടി വെക്ക്. 20 റിയാൽ. 20 റിയാൽ സേവ് ചെയ്യാൻ പറ്റാത്തവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഉണ്ടാവില്ലല്ലോ. ആ സേവിങ്സിനെ കുറിച്ച് ഞാൻ പറയണം. 20 മുതൽ 200 റിയാൽ വരെ സേവ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയണം. ഓക്കെ. ധനികര് അസറ്റുകൾ വാങ്ങുന്നു, പാവപ്പെട്ടവര് ചെലവുകൾ മാത്രം നടത്തുന്നു, മധ്യവർഗം ലയബിലിറ്റീസ് വാങ്ങിക്കൂട്ടുന്നു. നമ്മളൊക്കെ മധ്യവർഗത്തിൽ പെട്ടതാണ്. നമ്മൾ ധനികനാവണോ? പറ്റും. നമുക്ക് കിട്ടുന്ന 200 റിയാല് സേവ് ചെയ്ത് 200 റിയാലല്ലേ, അത് വെച്ചിട്ട് അസറ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ധനികരുടെ കൂട്ടത്തിൽ പെടും. അതാ പറയാൻ പോണ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിലച്ചാൽ എത്ര ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും? ഒന്ന് കണക്കൂട്ടിയൊക്കെ എന്നോട് പറയണ്ട. ഇപ്പൊ ജോലിയിൽ നിന്നുള്ള വരുമാനം നിലച്ചാൽ എത്ര ദിവസം ജീവിക്കാൻ സാധിക്കും വെച്ചാൽ ശ്വാസം കഴിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചല്ല പറയണം. ചെലവ് നടത്തിയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. എങ്കിൽ ഈ ദിവസങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് നിങ്ങളുടെ സമ്പത്തിന്റെ നീളം. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം. ഓക്കെ. ജോലി ഇല്ലെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ശിഷ്ടജീവിതം, അതിന്റെ ചെലവുകൾ നിർവഹിക്കാനാകുന്ന വിധം അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്തരം പറഞ്ഞ കാര്യങ്ങള് സംഗ്രഹിച്ചു പറഞ്ഞാല് ഇതൊക്കെയാണ്. അതായത് ഫൈനാൻഷ്യൽ ഒരു എലിമിനേറ്റ് ഡെപ്റ്റ്, നമ്മൾ കടത്തിനെ കുറിച്ച് പറഞ്ഞു, പാസീവ് ഇൻകം അതിനെ കുറിച്ച് പറഞ്ഞു, സേവ് മണി, പിന്നെ ഒരു ഫൈനാൻഷ്യൽ ഗോള്, സിംപ്ലിഫൈ ലൈഫ്, ജീവിതം സിംപ്ലിഫൈ ചെയ്യാം, ഇൻക്രീസ് ക്യാഷ് ഫ്ലോ, നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫ്ലോ ഉണ്ടാവണം നമ്മൾ, ഇൻവെസ്റ്റ്മെന്റ്, റെഡ്യൂസ് എക്സ്പെൻസസ്, പ്ലാൻ, മാനേജ് മണി. അപ്പൊ ഇത്രയും സംഗതി സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേണമെങ്കിൽ. നിക്ഷേപ മാർഗങ്ങൾ ചോദിച്ചാല് പല മാർഗങ്ങളുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഒരു വഴിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് പഠിക്കണം, അത്രയ്ക്ക് മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് പഠിക്കണം. നല്ല സിറ്റിയിലൊക്കെ റിയൽ എസ്റ്റേറ്റ് വേണം. അല്ലാതെ ഒരു 5 സെന്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിച്ചിട്ടത് കൊണ്ട് മാത്രം റിയൽ എസ്റ്റേറ്റ് ആവില്ല, അത് പോവില്ല. ഡെഡ് മണിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോ ഈ പറഞ്ഞ ഭൂമിക്ക് തീരെ വിലയില്ലാത്തൊരവസ്ഥയാണ്. ഇനി അങ്ങനെ കുറച്ചു കാലത്തേക്ക് തീരെ വില തന്നെ ഉണ്ടാവില്ല. നമ്മൾ താമസിക്കാൻ വീടിനല്ലാതെ ഭൂമി വാങ്ങിക്കരുത്, അല്ലെങ്കിൽ നല്ലൊരു സിറ്റിയുടെ അകത്ത് കിട്ടണം. അതല്ലാത്ത ഒരു സ്ഥലത്തും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നമുക്ക് ഭൂമി വാങ്ങിക്കുകയോ ചെയ്യരുത്. സോറി. പിന്നെ ഉള്ളത് സ്വർണം, ബോണ്ട്, ETF, സോവറിൻ ഫണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫണ്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ട്, സെക്യൂരിറ്റീസ്, പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്, പലിശയാണ്. പക്ഷെ ഇവിടെ ഖത്തറിൽ നമുക്ക് ഇസ്ലാമിക് ബാങ്കിലൊക്കെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ബിസിനസ് സംരംഭങ്ങൾ പലതും ഒളിവാണ്. ഇന്നലെ കൂടെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ ആള് 5 ലക്ഷം കടക്കാരനാണ്. കാരണം എന്താ, നല്ല ജോലി ഉണ്ടായിരുന്നാണ് ആൾക്ക്, പക്ഷെ പൊളിഞ്ഞു, ബിസിനസ് പൊളിഞ്ഞു. കാരണം എന്താ, ഈ ബിസിനസ് നമ്മുടെ ആളുകൾ ചെയ്യുന്ന ബിസിനസ് ഒരു പ്ലാനും ഇല്ലാണ്ട്, ഒരു പഠനമോ ഒരു പദ്ധതിയോ അതിന്റെ ഫീസിബിലിറ്റിയോ ഒന്നും നടത്താത്ത മറ്റൊരാള് ഒരു റെസ്റ്റോറന്റിൽ പോയി നല്ല കച്ചവടം, നമുക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങാം. ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ഗ്രോസറി കണ്ടു, നല്ല കച്ചവടം, നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങുന്ന ഇമ്പൾസീവായിട്ട് ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കൂല. ഒരു പ്ലാൻ വിജയിക്കുക. അതിന്റെ എന്താണ് ഏറ്റവും ചുരുങ്ങിയത് 3 ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഒന്ന്, ഒരു പ്രോബ്ലം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് നമ്മൾ ആ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കണം. 2, ആ പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ ഏത് രൂപത്തിൽ സോൾവ് ചെയ്യണം, അതാണ് നമ്മുടെ ബിസിനസ്.
അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്ഥലത്തെ ആളുകൾ 10 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് സാധനം വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടെത്തി. ഒരു വില്ലേജ് 10 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്. അതാണ് പ്രോബ്ലം. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകാന്നുള്ളതാണ് നമ്മളുടെ അതിന്റെ സൊല്യൂഷൻ. പിന്നെ മൂന്നാമത്തെ ഇമ്പാക്ട്. എന്താ ഇമ്പാക്ട്? ആളുകൾ അത്രയും ദൂരെ പോകണ്ട, അവർക്ക് പോകാതെ അവർക്ക് ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാം, അതേ വിലക്ക് ഇവിടെ കൊടുക്കും. അപ്പൊ ഈ പ്രശ്നം പരിഹരിച്ചു. ഈ ആളുകൾക്ക് അത്രയും സമയവും എഫേർട്ടും ലാഭം പ്ലസ് നമുക്കൊരു വരുമാനം. ഈ ഒരു ബിസിനസ് പ്ലാനിന് ഈ 3 സംഗതി നിർബന്ധമാണ്. പ്രോബ്ലം, നമ്മുടെ സൊല്യൂഷൻ, ഇമ്പാക്ട്. മനസ്സിലാവണ്ടോ? സിമ്പിൾ. ഇത് വലിയ ഫീസിബിലിറ്റി സ്റ്റഡി ആയിട്ടൊന്നും നടത്തണ്ട, നമ്മുടെ മനസ്സിൽ ചെയ്താൽ മതി. അങ്ങനെയാണ് ബിസിനസ് സംരംഭങ്ങൾ. ഈ പങ്കാളിത്ത സംരംഭങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോൺസി സ്കീമും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, പിരമിഡ് ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അത് വളരെ സൂക്ഷിച്ച് വളരെ ആലോചിച്ച് ചെയ്യണം. നമ്മുടെ കയ്യിൽ പൈസ വരുന്ന അവിടെ ഇരുന്നോളും, ആരും കൊണ്ടുപോകില്ല. ചിങ്ങനുള്ളവരെടുത്ത് കൊടുത്താല് ഈ ഗൾഫുകാരുടെ പണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഭയങ്കര രസമാണ്. ഒരിക്കൽ ഒരാൾ ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ദുബായിൽ ജോലി ചെയ്യുമ്പോൾ, ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരാൾ വന്നു ബിസിനസ്സിൽ. അയാൾ എറണാകുളത്ത് നല്ല ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്ന ആളാ, നല്ല പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. പക്ഷെ അയാൾ ബാംഗ്ലൂർ ബിസിനസ് തുടങ്ങണം, ഇതിന്റെ ഒരു ബ്രാഞ്ച്. അപ്പൊ അതിന് ഗൾഫുകാരുടെ അടുത്ത് ശമ്പളം ഷെയർ പിരിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ അയാളോട് സിമ്പിൾ ആയിട്ട് ചോദിച്ചു, ഓക്കെ ഞാൻ പൈസ തരാം, ഈ നിങ്ങളുടെ എറണാകുളത്തുള്ള ബിസിനസ് ഉണ്ടല്ലോ അതിലും കൂടെ ചേർത്തിട്ട് ഞാൻ ഷെയർ തരാം, തരുമോ? ഇല്ല, അതിന് തരൂല. ബാംഗ്ലൂർ നിങ്ങൾക്ക് തരാം. ഞാൻ പറഞ്ഞ എന്നാ എനിക്ക് വേണ്ട. കാരണം എന്താ? ബാംഗ്ലൂരിലേക്ക് നമ്മൾ കൊടുത്താല് ഇവൻ നാളെ തന്നെ ഈ പൈസ പോയിട്ട് ഒരു ഇന്നോവ വാങ്ങിക്കും, ഒരു ഇന്നോവ കാർ വാങ്ങി. ഇത് വെച്ചിട്ട് പിന്നെ എല്ലാം നടത്തും. കാരണം എന്താ? പൈസ ഗൾഫുകാരന്റെ ആണല്ലോ. അങ്ങനെ തന്നെ സംഭവിച്ചു ആ ബിസിനസ്സിന് അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരുപാട് ബിസിനസ് അങ്ങനെ പറയാൻ പറ്റും. അത് പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെ ഒരുപാട്. പക്ഷെ അപ്പോ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മുടെ പണം കൊണ്ട് വേറൊരാൾ പണിയെടുത്തിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കി തരും എന്ന് നമ്മൾ വിചാരിക്കരുത്. അൺലെസ് നമ്മളും കൂടി ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ അതൊരു പങ്കാളിത്ത സംരംഭങ്ങളുടെ പ്രശ്നമുണ്ട്. കാർഷിക സംരംഭങ്ങൾ, ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ച് ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സ്പെസിഫിക് ആയിട്ട് എന്ന് പറയാൻ പോകുന്ന 1-2 ഉദാഹരണങ്ങൾ. ആദ്യത്തെ ഉദാഹരണം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച്. കേട്ടിട്ടുള്ള ഒരു കൈപൊക്കി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. ഓക്കെ, ഇതിന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. 10,000 രൂപ നമ്മൾ എല്ലാ മാസവും SIP ആയിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു ഹിസ്റ്റോറിക് ഗ്രോത്ത് വെച്ചിട്ട് 10 മുതൽ 12% വരെ മിക്കവാറും നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട്, ഇൻഡെക്സ് വെച്ചിട്ട് 10 മുതൽ 12% വരെ അത് വളരും എന്നതാണ് ഒരു കണക്ക്. ആവറേജ് അങ്ങനെയാണ്. വളർന്നാൽ 5 വർഷം കഴിഞ്ഞാൽ ഏതാണ്ട് 7.5 ലക്ഷം രൂപയായിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന പൈസ മാറും. 10,000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര റിയാലായി? 450 റിയാൽ അല്ലെ? 400 റിയാൽ, 400 സംതിങ് റിയാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സേവിങ്സിന് 20% എവിടെ പോകണമെന്ന് ഞാൻ ഒരു സൂചനയാണ് കേട്ടാ. നേരത്തെ പറഞ്ഞ 20% ഇല്ലേ, അത് എവിടെ പോകുന്ന എന്നെ സൂചന. ഇനി അത് 5 വർഷം, 10 വർഷം, 15 വർഷം, 30 വർഷം, 20 വർഷം കഴിഞ്ഞാൽ 20, 41, 75 ലക്ഷമായിട്ട് ഇത് മാറും. ഇതൊരു പോൺസി സ്കീം അല്ല, ഇതൊരു പിരമിഡ് സ്കീം അല്ല. നമ്മൾ ആരെയും ചേർക്കണ്ട. നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മൾ ഇതിന് ജീവിക്കുന്ന അനുഭവമാണ് ഞാൻ ഇതിൽ ചെയ്ത് ഇപ്പറഞ്ഞ ഇത്തരം വർഷങ്ങൾ കൊണ്ട് ഇത്രയും. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചെറുപ്പക്കാർക്ക് പറയുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവ് ആകുക. 25 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും ഇഫക്റ്റീവ് ആകുക. അല്ലാത്തവർ ഇപ്പോ പോയിട്ട് 10,000 രൂപ ഇട്ടാൽ, ഒരു 50 വയസ്സൊക്കെ ആയവർ 10,000 രൂപ പോയിട്ട് ഇട്ടാന്ന് പറഞ്ഞാൽ അവന് ഒരു 60 വയസ്സാകുമ്പോൾ അത്ര ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ വരൂല. ഓക്കെ, ഇനി ആ 20 വർഷം, ഇപ്പൊ നമുക്ക് ഒരു 30 വയസ്സായെന്ന് വിചാരിച്ചു. 30 വയസ്സായവരാണ് ഒരു ആവറേജ് എന്ന് ഞാൻ വിചാരിക്കും. 30 വർഷമായ ആള് എല്ലാ മാസവും 10,000 രൂപ വെച്ച് ഒരു മ്യൂച്വൽ ഫണ്ട്, നമുക്ക് ഇസ്ലാമികമായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലുള്ളൂ. ഒന്ന് ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഇസ്ലാമികമാകുക, എങ്ങനെയാണ് ശരിയാ കംപ്ലൈന്റ് ആകുക എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ ഇട്ടാല് ഈ 20 വർഷം കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ 50 വയസ്സാകുമ്പോൾ നമുക്കൊരു 75 ലക്ഷം രൂപ നമ്മുടെ ഈ ഫണ്ടില് ഒരു കോർപ്പസ് ഫണ്ടായിട്ട് ഉണ്ടാവും.
അതിൽ നിന്ന് 1% എന്ന് പറഞ്ഞാൽ 75,000 രൂപ നമ്മൾ വിഡ്രോ ചെയ്താൽ, എല്ലാ മാസവും വിഡ്രോ ചെയ്താലും വർഷാവസാനം നമ്മുടെ കോർപ്പസ് ഫണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം ആ ഫണ്ട് 10 to 12% ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ആവറേജ് എല്ലാ വർഷം. ചില വർഷം കുറയും, പക്ഷെ അപ്പൊ അടുത്ത വർഷം അതിനേക്കാൾ കൂടും. ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്. ഈ മെത്തേഡിനെ കുറിച്ച്, പ്രാക്ടിക്കൽ വശത്തെ കുറിച്ചൊക്കെ നമുക്ക് ഇനി സംസാരിക്കാം. കാരണം ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ ഒരു ലക്ഷ്യം ഞാൻ പറയണത്, അതായത് 60ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് 1 കോടി രൂപ ഇതുപോലെ കോർപ്പസ് വേണം. അതായത് ഈ എത്തിക്കൽ ഫണ്ടിൽ 1 കോടി രൂപ കോർപ്പസ് വേണം. എന്നാൽ എനിക്ക് എല്ലാ മാസവും 1 ലക്ഷം രൂപ ആ 1 ലക്ഷം രൂപയിൽ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 93,000 ഒക്കെ കിട്ടുള്ളൂ. കാരണം 12.5% ഇപ്പോഴത്തെ ബജറ്റിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അപ്പൊ 1 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്താൽ നമുക്ക് 93,000 കിട്ടുള്ളൂ. അത്രയും നമുക്ക് കിട്ടിയാൽ ഒരു മാസത്തെ ചെലവ് നമുക്ക് നടത്താൻ സാധാരണഗതിയിൽ പറ്റും എന്നൊരു രൂപത്തിൽ നമ്മൾ കണ്ടിട്ട് ഈ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കാൻ നമ്മൾ എത്ര പൈസ മാറ്റി വെക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 450 രൂപ. നോക്കൂ, നിങ്ങൾക്ക് 20 വയസ്സാണെങ്കിൽ, 20 വയസ്സാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരു മാസം 450 രൂപ മാറ്റി വെച്ചാൽ മതി. ഒരു മാസം എത്ര വെക്കണം? 450 രൂപ. അത് ഇനിയിപ്പോ കാലക്രമേണ 25 വയസ്സായിപ്പോയി എങ്കിൽ എത്ര? 950 മാറ്റി വെക്കണം. 30 വയസ്സായെങ്കിൽ നിങ്ങൾ എത്ര മാറ്റി വെക്കണം? 1850. ഒരു ആവറേജ് 30 വയസ്സല്ലേ എവിടെ ഇരിക്കുന്നവര്, അല്ല? ആവറേജ് 1850 രൂപ. എത്ര റിയാല്? 1850. എക്സ്ചേഞ്ച് റേറ്റ് എടുത്ത് കണക്കൂട്ടി നോക്കിയേ, എത്ര റിയാൽ? ഇപ്പൊ തന്നെ പറയും. 1850 രൂപ 80 റിയാല്. 80 റിയാല് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല എന്നാണോ നിങ്ങൾ പറയണം? 80 റിയാൽ സേവ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയണം? ഒരു കൊല്ലം, ഒരു മാസം 80 റിയാൽ സേവ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കണ്ട, പോയിക്കോ. 1850 രൂപ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് 60ാമത്തെ വയസ്സിൽ അത് 1 കോടിയായിട്ട് മാറുന്നുള്ളതാണ്. ഓക്കെ, ഇനി 35 വയസ്സായിപ്പോയി, പേടിക്കണ്ട, അത് 3750 ആക്കിയാൽ മതി. 40 വയസ്സായാൽ 7700 ആക്കണം. 45 വയസ്സാണെങ്കിൽ അത് 16,500 ആക്കണം. 50 വയസ്സാണെങ്കിൽ 39,000 ചെയ്യേണ്ടി വരും. 55 വയസ്സായ എന്നെ പോലുള്ള ആളാണെങ്കിൽ 1,17,000 ചെയ്യേണ്ടി വരും. ഒരു മാസം ചെയ്യേണ്ടി വരും. അപ്പോ ഇതൊരു കോർപ്പസ്, ഈ കണക്ക് നിങ്ങൾ വിചാരിക്കും ഇതൊരു ഫാൻസി നമ്പറാണ്. അങ്ങനെയല്ല. നമ്മൾ ഇപ്പോ ഈ 1 കോടി രൂപ എന്ന് പറയുമ്പോൾ, മാത്രമല്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഇവിടെ തുമാമ സോണിന്റെ ക്ലാസ്സിൽ ഒരാളോട് ഈ ക്ലാസ്സിൽ ഇത് എടുത്തപ്പോ ഒരാൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സേവ് ചെയ്തിട്ട് വേണോ 60ാമത്തെ വയസ്സിൽ ഇത്ര പൈസ ഉണ്ടാവാൻ? ഇങ്ങനെ ഒരു ചായ കുടിക്കുന്നത് കുറച്ച്, ഒരു പഴംപൊരി തിന്നുന്നത് മാറ്റി വെച്ച്, ഒരു കാറിൽ പോണതിന് പകരം മെട്രോയിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ സേവ് ചെയ്തിട്ട് എന്തിനാ ജീവിതം? അപ്പൊ ഞാൻ പറഞ്ഞേ, അതിനൊരു മറുപടി, ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, നമ്മുടെ മൊത്തം ജീവിതത്തിന്റെ കൺസെപ്റ്റ് അതല്ലേ? ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലേ നമ്മൾ ചെയ്യണം? ഈ ഭൂമിയിൽ എല്ലാ സുഖ സൗകര്യവും നമ്മൾ മാറ്റി വെക്കണം എന്തിനാ? ആഖിറത്തിൽ ആസ്വദിക്കാൻ വേണ്ടി. നമ്മൾ എന്തിനാ എല്ലാ ദിവസവും രാവിലെ ഓടണത്, കളിക്കണത്, എക്സസൈസ് ചെയ്യണം? എന്തിനാ? ആരോഗ്യത്തോടെ ഇരിക്കാൻ, അല്ല? നമ്മുടെ ഏജ് കൂടുന്തോറും ആരോഗ്യത്തോടെ ഇരിക്കാൻ, രോഗം വരാതിരിക്കാൻ. എല്ലാ കാര്യങ്ങളും അങ്ങനെ. എന്തിനാ നമ്മൾ പഠിക്കണത്? കൂടുതൽ പഠിക്കണം എന്തിനാ? കൂടുതൽ ജോലിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ. നമ്മളെല്ലാ കാര്യവും അങ്ങനെ ചെയ്യണം. പക്ഷെ അപ്പൊ കുറച്ച് ചെലവ് ചുരുക്കണം, സേവ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് മാത്രം പറ്റൂല. എനിക്ക് ഇപ്പൊ ചെലവഴിച്ച് തീർക്കണം, ഇന്ന് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇന്ന് തന്നെ ചെലവഴിച്ച് തീർക്കണം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നാൽ, ആ ഒരു ഐഡിയ ആണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്നതെങ്കിൽ ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രകൃതിയിലുള്ളതാണ്, ഒരു സ്വഭാവത്തിലാണ്. ഇപ്പോ ഉദാഹരണത്തിന് സയന്റിഫിക് സ്റ്റഡി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് വെച്ചാല്, ഒരു ക്ലാസ്സിലെ കുട്ടികൾ, അവർ 20 വർഷം ആ സ്റ്റഡി നടത്തിയെന്നുള്ളതാണ്. 20 years ആ സ്റ്റഡി നടത്തി. എന്താ ചെയ്തെന്ന് വെച്ചാല്, നഴ്സറി കുട്ടികളല്ലേ, കെ ജിയിലെ കുട്ടികളാണ്
ഒരു ക്ലാസ്സിൽ ഇരുത്തിയിട്ട് അവരുടെ മുമ്പിൽ കുറച്ച് ചോക്ലേറ്റ് വെച്ചു, ടേബിളിൽ ചോക്ലേറ്റ് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഒന്ന് പുറത്തു പോകും, അരമണിക്കൂർ കൊണ്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ് ഇപ്പൊ ഇതിൽ നിന്ന് എടുക്കാം, ഇപ്പൊ വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ്. പക്ഷെ ഞാൻ പുറത്തു പോയിട്ട് വന്ന അരമണിക്കൂറിന് ശേഷം മതിയെങ്കിൽ 2 ചോക്ലേറ്റ് തരും. എന്താ പരീക്ഷണം? ഇപ്പൊ വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എടുക്കാം, പക്ഷെ ഞാൻ അരമണിക്കൂർ കൊണ്ട് പുറത്തു പോയിട്ട് വന്നാൽ ക്ഷമിച്ചു നിന്ന് നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ ഞാൻ എത്ര ചോക്ലേറ്റ് തരും? ടീച്ചർ പുറത്തുപോയി, അധിക കുട്ടികളും അപ്പൊ തന്നെ കുട്ടികളല്ലേ ചോക്ലേറ്റ് എടുത്തു. പക്ഷെ 2 ചോക്ലേറ്റ് കുട്ടിയെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. 2 ചോക്ലേറ്റ് അന്നൊരു അതുവരെ അവരെ 20 വർഷം ഇവർ പിന്തുടർന്നു. 20 വർഷത്തിന് ശേഷം ഈ അതേ കുട്ടികളെ അവർ പഠിച്ചു. ആ ക്ഷമിച്ച കുട്ടികളുണ്ടല്ലോ, അവരാണ് ജീവിതത്തിൽ പല സ്ഥലത്തും ടോപ്പിലെത്തിയിട്ടുള്ളത്. പക്ഷെ പെട്ടെന്ന് ചോക്ലേറ്റ് തിന്ന കുട്ടികളുണ്ടല്ലോ, അവര് ഇടയ്ക്ക് വെച്ച് വീട് പോയി, പഠനം നിർത്തി, അങ്ങനെ പല മേഖലയിൽ അവർ ഫെയിലായി പോയി. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരുപാട് നമുക്ക് കിട്ടുന്ന 1000 റിയാലിൽ 80 റിയാൽ സേവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്ന, ഒരുപാടിനെ കുറിച്ച് പറയുന്നില്ല. 80 റിയാലിന് എന്തൊക്കെ കിട്ടും അത് മാറ്റി വെക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ 35-ാമത്തെ വയസ്സാണെങ്കിൽ അതിനോടൊരു 40 കൂടെ കിട്ടും. 120 റിയാൽ സേവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്ന. അത് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ചോദിക്കാം, പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ കാണിച്ചു തന്നു. എങ്ങനെ? ഗവൺമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ കമ്പനി ശമ്പളം കുറച്ചാൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകില്ലെന്ന്. അതിന്റെ അർത്ഥം എന്താ? ആ 20% നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നല്ലേ? അല്ല, സേവ് ചെയ്യാൻ പറ്റുന്നല്ലേ? ആ 80% നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നല്ലേ? ഓക്കെ, ഇനി ചോദിച്ചോ. ഇൻഫ്ലേഷൻ അതാ പറഞ്ഞ. അതായത് ഈ 1 കോടി നമ്മൾ കോർപ്പസ് കാണുന്നു എന്നത് ഇപ്പൊ ഒരു 50,000 രൂപ ഉള്ളവനാണ് ആ 1 കോടി കോർപ്പസ് കാണേണ്ടത്. ഇപ്പൊ ഒരു 50,000 ചെലവുള്ളവനാണ് ആ ഏജിലാവുമ്പോ 1 കോടിയുടെ കോർപ്പസ് കാണേണ്ടത്. കാരണം ഇപ്പൊ നമുക്ക് 50,000 ചെലവുകൾ വിചാരിച്ച് 60 വയസ്സിന് ശേഷം ഒരു 50,000 രൂപ നമുക്ക് വരുമാനം ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് 7 to 9% ഇൻഫ്ലേഷൻ ഉണ്ട്. 7 to 9% ഇൻഫ്ലേഷൻ ഉണ്ട് നമ്മുടെ നാട്ടില്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള 1 ലക്ഷം രൂപ അടുത്ത വർഷം 7% കുറച്ച് ഒരു 93,000 രൂപയുടെ വില ഉണ്ടാവുള്ളൂ. ഗോൾഡ് ആണെങ്കിൽ നിൽക്കും, അങ്ങനെ നിൽക്കും. അത്തരം പിന്നെ ഫിസിക്കൽ അസറ്റുകൾ ചിലതൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ വിഷയങ്ങളാണ്, നമുക്ക് പറയാം. അപ്പൊ അതനുസരിച്ചിട്ട് ആ ഇൻഫ്ലേഷനെ കൂടെ കവർ ചെയ്യുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 10 to 12% ഗ്രോത്ത് ഉണ്ടാവണം. എന്നാലാണ് ഈ 7% ഇൻഫ്ലേഷനെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. ബാങ്കിൽ നമ്മളിപ്പോ ഇവിടെ ആവട്ടെ നാട്ടിലാവട്ടെ, ബാങ്കിൽ സൂക്ഷിക്കുന്ന ക്യാഷിന്റെ പ്രശ്നം ഈ പറഞ്ഞ ഇൻഫ്ലേഷനെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ആ പൈസ എല്ലാം 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അടുത്ത വർഷം ആ 1,93,000 വില ഉണ്ടാവുള്ളൂ. പിറ്റത്തെ വർഷം അതിന് വീണ്ടും കുറയും. 93-ന്റെ 7% പിന്നെയും കുറയും. നമുക്ക് അനുഭവങ്ങളാണല്ലോ. ഓക്കെ, ശരി. ഇനി അതിന്റെ വേറെ കണക്ക്, ഇത് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. ഇപ്പൊ നോക്കൂ, 35 ഇയേഴ്സില് ഒരാളിൽ തുടങ്ങി, 40 ഇയേഴ്സിലും തുടങ്ങി. ആ 2 ആളുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം കോമ്പൗണ്ടിങ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് 5,000 രൂപ വെച്ചാണ് ചെയ്യണം. 2 ആളും 60 ഇയേഴ്സിൽ നിർത്തുന്നു. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 35 ഇയേഴ്സ് ചെയ്ത ആള് എത്ര ചെയ്യുന്നുണ്ട്? 15 lakh, 15 ലക്ഷം. മറ്റേ ആള് 12 ലക്ഷം. ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ എത്ര വ്യത്യാസമുള്ളൂ? 3 ലക്ഷത്തിന് വ്യത്യാസമുള്ളൂ. പക്ഷേ അവരുടെ സേവിങ്സ് വളരുന്നതിനുള്ള വ്യത്യാസം നോക്കൂ. ആ 5 വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് ഇയാളുടെ സേവിങ്സ് 94 ലക്ഷമായിട്ട് മാറുന്നു. മറ്റേ ആളുടേതോ ഒരു 49 ലക്ഷം. അതായത് 5 വർഷം വൈകി തുടങ്ങുമ്പോ വെറും 3 ലക്ഷം ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന വ്യത്യാസം. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ വർഷം ഏർലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വർഷത്തെ നമ്മുടെ യൂണിറ്റുകൾ നമ്മൾ വാങ്ങിക്കുന്ന, ഇപ്പൊ ടാറ്റ എത്തിക്കൽ ഫണ്ടിലാണെങ്കിൽ ആ വാങ്ങിക്കുന്ന യൂണിറ്റുകൾ പിന്നെയും അതിന്റെ ഗ്രോത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ വ്യത്യാസം. SIP എന്ന് പറയുമ്പോൾ അതാണ്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ഒരു എമൗണ്ട് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫലമില്ല, നമ്മൾ അത്ര ഭാരമില്ല. മറിച്ച് അതേസമയം ഈ കോമ്പൗണ്ടിങ് ഗ്രോത്തിന്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഓക്കെ.
ഇതിന്റെ അസംഷൻ പറയുന്നുണ്ട് ഇവിടെ താഴെ നോക്കൂ. 12% വെച്ചിട്ടാണ് ഇത് കണക്ക് കൂട്ടിയേക്കണം. 12%. നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയത് 10% ആണ്. ഒരു 12. 45 ലക്ഷം റിട്ടേൺസിൽ വെച്ചാൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന്റെ ഡിഫറൻസ് എത്രയാ? വെറും 3 ലക്ഷമാണ്. ഓക്കെ. ഇനി ഈ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വർക്ക് ചെയ്യാം? മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോർട്ട്ഫോളിയോ ഓഫ് ഫണ്ട്സ് ആണ്. അതായത് നമ്മള് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സാധാരണഗതിയിൽ ഇപ്പൊ മാരുതി സുസുക്കിയുടെ സ്റ്റോക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ റിലയൻസിന്റെ സ്റ്റോക്ക്. ഞാൻ എക്സാമ്പിൾ പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കണ്ട, ആരുടെയും പ്രചാരകനല്ല ഞാൻ. അല്ലെങ്കിൽ വി-ഗാർഡിന്റെ സ്റ്റോക്ക് വാങ്ങുന്നു, കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ സ്റ്റോക്ക് വാങ്ങുന്നു. ഇതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ? നമ്മൾ ഈ സ്റ്റോക്കിന്, ഈ കമ്പനിയെ കുറിച്ച് ശരിക്കും പഠിക്കണം. ആ കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, അവരുടെ ഡെപ്റ്റ് റേഷ്യോ, അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അവരെത്ര പലിശക്ക് എടുക്കുന്നു, ഇതൊക്കെ നോക്കണം നമ്മൾ. എന്നിട്ട് വേണം നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിന് ഒരു ഫണ്ട് മാനേജർ ഉണ്ട്. അയാളാണ് നമ്മുടെ പൈസ മാനേജ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൽ ഒരു യൂണിറ്റ് നമ്മൾ വാങ്ങിക്കും. ഉദാഹരണത്തിന് ഇപ്പോ ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ NAV എന്ന് പറയുന്നത് ഇന്ന് നോക്കുമ്പോൾ 417 രൂപയാണ് ഒരു യൂണിറ്റിന്. മ്യൂച്വൽ ടാറ്റ എത്തിക്കൽ ആ 417 രൂപയ്ക്ക് നമുക്കൊരു യൂണിറ്റ് കിട്ടും. നമ്മളൊരു 10 യൂണിറ്റ് വാങ്ങിച്ചാൽ 4170 രൂപ. ഈ 4170 രൂപയ്ക്ക് അയാൾ എന്താ ചെയ്യാം? ഒരു 50 സ്റ്റോക്കുള്ള 50 ഷെയർസ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, അതാണ് വാങ്ങിക്കുക. അപ്പൊ നമുക്ക് ഈ 50 കമ്പനികളുടെ ഷെയറിൽ ഒരു വിഹിതമാണ് നമുക്ക് നമ്മുടെ ഒരു യൂണിറ്റ് ആയിട്ട് വരിക. മനസ്സിലാവും? അപ്പൊ ചില കമ്പനികൾ നന്നായി പെർഫോം ചെയ്യും, ചിലത് മോശം പെർഫോമൻസ് ആയിരിക്കും. പക്ഷെ ആവറേജ് ഇതിന്റെ ഒരു ഗ്രോത്ത് സ്റ്റഡി ആയിരിക്കും. ആവറേജ്, അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഗുണം എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണ്. പ്രത്യേകിച്ച് എത്തിക്കൽ ഫണ്ടിന്റെ ഗുണം എന്താ വെച്ചാൽ ഈ 50 സ്റ്റോക്കും, ഈ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള 50 സ്റ്റോക്കും ആ കമ്പനികള് ഇസ്ലാമിക ശരീഅത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ് ചെയ്യുന്ന കമ്പനികളായിരിക്കും. അതായത് സിഗരറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, സിനിമയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, പലിശയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, അതുപോലെ നിരോധിക്കപ്പെട്ട മറ്റ് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉണ്ടാവില്ല. അവര് പലിശ ഡെപ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കടം, മൊത്തം കടത്തില് ഒരു നിർണിത പെർസെന്റേജ് അനുഭവിച്ചിട്ടുള്ളൂ. അത് അനുവദിക്കേണ്ടി വരും, കാരണം ഇന്ത്യയിലെ ഒരു സാമ്പത്തിക സാഹചര്യം അനുസരിച്ച്. അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരുന്ന പലിശയുടെ എമൗണ്ട് ഈ വരുമാനത്തിൽ കുറവായിരിക്കും. ഏറ്റവും മിനിമം 3% മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായിട്ടും ഹലാലാണോ എന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ, ഈ ശരിയ ബോർഡ് തന്നെ നിശ്ചയിക്കുന്ന ഒരു പർജിങ് എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 3% അത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. കാരണം നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റില്, അതുപോലെ അവരുടെ ഡെപ്റ്റ് റേഷ്യോ, ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിട്ട് വരുമ്പോൾ ആ 3%, ബാക്കി 97% നമുക്ക് ഉപയോഗിക്കാവുന്ന അവസ്ഥയിലാണ്. അപ്പൊ ഇത് നമുക്ക് മുസ്ലിങ്ങൾക്ക് 2-3 നിലപാട് സ്വീകരിക്കാം. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി ബഹിഷ്കരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ഇസ്ലാമിക് ശരിയയുടെ, ഇസ്ലാമിക് ഫൈനാൻസിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ 15% സ്റ്റോക്കുകളും ശരിയ കംപ്ലൈന്റ് ആണ്. അതിനെക്കുറിച്ച് പഠിച്ച ആധികാരികമായി ഇസ്ലാമിക് ഫൈനാൻസിന്റെയും ഇസ്ലാമിക ട്രേഡിന്റെയും ഒക്കെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് 15% ഓഫ് ഷെയർസ്. അപ്പൊ നമ്മൾ ഈ മാർക്കറ്റിൽ ഇടപെട്ടിട്ട് ഇത്തരം സംഗതികളെ നമ്മുടേതായ ഒരു കൺസെപ്റ്റിലൂടെ മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പ്ലസ് നമുക്കുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ. ഇനി ഏത് തരം മ്യൂച്വൽ ഫണ്ട് നമ്മൾ സ്വീകരിക്കണം? ഇപ്പൊ ടാറ്റ എത്തിക്കൽ ഫണ്ടില് 2 തരമുണ്ട്. ഒന്ന് റെഗുലർ ഫണ്ട് ഉണ്ട്, ഡയറക്റ്റ് ഫണ്ട് ഉണ്ട്. റെഗുലർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കർ മുഖേന നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ഒരു ബ്രോക്കറുടെ അഡ്വൈസ് നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് ഒറ്റ ഫണ്ട്, ഈവൻ ടോറസ് പോലും നമ്മൾ അത്ര സജസ്റ്റ് ചെയ്യൂല, റെക്കമെൻഡ് ചെയ്യൂല. ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫണ്ടാണ്, നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫണ്ട്. അതിന്റെ ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് നമ്മൾ മാത്രം മതി. നമ്മളും ഈ കമ്പനിയായിട്ടുള്ള നേരിട്ടുള്ള ഇടപാടാണ്. അവിടെ ഒരു ബ്രോക്കറുടെ ആവശ്യമില്ല, ബ്രോക്കറുടെ ഫീ പോണ്ട. റെഗുലർ ഫണ്ടില് AMCയുടെ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് പോകും, പ്ലസ് നമ്മളുടെ ഈ NAVയുടെ ഒരു 0.15% റിട്ടേൺ അവർക്കും പോകും, ആ ബ്രോക്കറിന് പോകും. അതിന്റെ ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ. പക്ഷെ NAV കൂടുതലാണ്. ഇപ്പോ 417 റെഗുലറിന്റെ NAV എങ്കിൽ ഈ ഡയറക്റ്റിന്റെ NAV എന്ന് പറഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ, അത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് പറയുന്നത്.
അത് 485 പക്ഷെ ആ വ്യത്യാസം നമ്മുടെ പ്രോഫിറ്റിൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രോഫിറ്റിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ. അത് കൂടുതലാണ് ഇത് കുറവാണ് എന്ന് നോക്കണ്ട. മനസ്സിലായോ? ഓക്കെ, നമ്മൾ പറഞ്ഞു എത്തിക്കൽ മ്യൂച്വൽ ഫണ്ട്സ് ടാറ്റ 1996 ലോഞ്ച് ചെയ്താണ്. വെറും 10 രൂപയ്ക്കാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് ലോഞ്ച് ചെയ്തത്. ഇപ്പൊ എത്രയാ പറഞ്ഞ 417 രൂപ അതിന്റെ എത്തി നിൽക്കുന്നത് ഇത്രയും വർഷം കൊണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഹിസ്റ്ററിയെ നോക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഹിസ്റ്ററിക്കൽ ഗ്രോത്തെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഭാവിയിൽ എന്താകും, സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യൻ എക്കോണമിയുടെ ആര് ഭരിച്ചാലും, അത് മോഡി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ആരൊക്കെ ഭരിച്ചാലും, മൊത്തം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയതുകൊണ്ട്, ഇക്കോണമി സ്ട്രോങ് ആയതുകൊണ്ട് ആ സ്ട്രെങ്ത് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടാ. ഓക്കെ, ടോറസ് എത്തിക്കൽ ഫണ്ട് മറ്റൊരു കൃത്യമായ ശരിയ അഡ്വൈസർ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ശരിയ ബോർഡ് ഇല്ല ടോറസില്. മറിച്ച് പക്ഷെ അവരുടെ ശരിയ ഇൻഡെക്സ് ലിമിറ്റേഷൻ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും ടോറസിൽ. ടാറ്റയിൽ പിന്നെ അതിന്റെ പെർസെന്റേജ് ഒക്കെ വളരെ കുറവാണ്. അത് പക്ഷെ 2009 പക്ഷെ ഇപ്പോ പെർഫോമൻസ് നോക്കിയാൽ ടോറസ് ആണ് മുന്നിൽ. 15% ഗ്രോത്ത് ഉണ്ട്. ടാറ്റ 14% ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചുകൂടി സേഫ് ടാറ്റ തന്നെയാണ്. ഓക്കെ, ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. നമ്മൾ KYC കംപ്ലൈന്റ് ആണെങ്കിൽ, അത് ഓൾറെഡി നമുക്ക് KYC നേരത്തെ തന്നെ സിസ്റ്റത്തില്, ഈ സെബിയുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ സിസ്റ്റത്തിലോ നമ്മൾ KYC കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് ഇത്തരം ഡോക്യുമെന്റ് മതി. എന്താ, ഡിമാറ്റ് അക്കൗണ്ട് വേണ്ട, 3 സിഗ്നേച്ചേഴ്സ്, ഇതെല്ലാം അവരുടെ സൈറ്റിൽ പോയാൽ കിട്ടാവുന്ന സംഗതിയുള്ളൂ. മിക്കവാറും നമ്മള് ചിലതൊക്കെ നമുക്ക് പിന്നെ വീഡിയോ കോൾ വഴിയൊക്കെ ചിലത് സമ്മതിക്കും. പക്ഷെ ഇപ്പോ അവിടെ പോവുക തന്നെയാണ്. ഫിസിക്കലി നമ്മൾ അവരുടെ ഓഫീസിൽ ഫസ്റ്റിലെ ഒരു ടൈമിൽ അവരുടെ ഓഫീസിൽ പോയി തന്നെ ചെയ്യണം. കാരണം KYC നമ്മുടെ കസ്റ്റമർ അറിയണമല്ലോ, അവർക്ക് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ നടത്തണം. അപ്പൊ ഒരു വിസിറ്റ് നമ്മൾ നിർബന്ധമായും നടത്തേണ്ടി വരും അവരുടെ ഓഫീസിൽ. കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്. ക്യാംസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഇവർക്ക് വേണ്ടി അത് ചെയ്യുന്നത്. ടാറ്റ മ്യൂച്വൽ ഫണ്ടിന്റെ ഓഫീസ് ഡയറക്റ്റ് ഉള്ളത് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് MG റോഡിലുണ്ട്, കോഴിക്കോട് ക്യാംസിന്റെ ഓഫീസ് ഉണ്ട്, പുതിയകാവ്, തൃശ്ശൂരുണ്ട്, ആലപ്പുഴ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും അടുത്ത് നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് പൈസ നമ്മൾ അതിനിപ്പോ ഈ SIP വഴി അല്ലാതെ ചെയ്യാം, ലംസം എമൗണ്ട് ആയിട്ട് ചെയ്യാട്ടോ. നമ്മൾക്ക് 1 ലക്ഷം രൂപ ഉണ്ട്, നമ്മൾ SIP എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു ചെറിയൊരു കച്ചവടം നമ്മൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഒരു ബോണസ് ആയിട്ടോ ഇത്തിരി എമൗണ്ട് നമുക്ക് കൂടുതൽ വന്നാൽ അപ്പൊ ലംസമായിട്ടോ അത് ചെയ്യാം. ഓക്കെ, ലംസം അതായത് 1 ലക്ഷം രൂപ, ഈ 10,000 രൂപ എല്ലാ മാസവും കൊടുക്കുന്ന അല്ലാതെ 1 ലക്ഷം, അതൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. ഒറ്റ ഒരു അല്ല, അപ്പൊ കോമ്പൗണ്ട് വിത്ത് കിട്ടുക പറഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടും, അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടും. അപ്പോ ചെയ്യേണ്ട എന്താ വെച്ചാല്, നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട എന്താ, ചെലവ് കുറക്കാം. അതെല്ലാം തീരുമാനിച്ചില്ലേ? ഇമോഷണൽ സ്പെൻഡിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് ലോജിക്കൽ സ്പെൻഡിങ് ചെയ്യുള്ളൂ. പിന്നെ സേവ് ചെയ്യുക, പേ യു ഫസ്റ്റ്. നമ്മളായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക, NRI അക്കൗണ്ടോ NRO എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ അകത്തേക്ക് മാറ്റി വെക്കുക. നെക്സ്റ്റ് ടൈം നാട്ടിൽ പോകുമ്പോൾ ഇവരുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്യുക, എന്നിട്ടൊരു അക്കൗണ്ട് തുടങ്ങാം. എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്ന് ആലോചിച്ചിട്ട് ഇവിടുന്ന് പോവാം. നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം. ഓക്കെ ഓക്കെ. എന്താ, ഖത്തറിലൊന്നും നമുക്ക് അങ്ങനത്തെ ഏജൻസി ഇല്ല ഇവിടെ. ദുബായിലാണെങ്കിൽ ബർജിലിൽ പോയി ചെയ്യാം. പക്ഷെ അപ്പോ റെഗുലർ എടുക്കാൻ പറ്റുള്ളൂ. ബ്രോക്കർ അതിൽ ഇടപെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും മതി, അങ്ങനെ ചെയ്യാം. എങ്ങനെയത് ഗ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണോ ഉദ്ദേശിച്ച? ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. അത് ശരിയായിരിക്കും. അത് എങ്ങനെയാ അത് ചെയ്യാമെന്ന് പറയാമോ? ആ, ഗ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക, ചെയ്യാൻ പറ്റും അല്ലെ? ആ, അങ്ങനെ പറ്റുമെന്നാ പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, അതിന്റെ ധാരണയില്ല. പക്ഷെ അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ചെയ്യുന്നുണ്ടോ? ആ, അവര് KYC അക്സെപ്റ്റ് ചെയ്യുമോ? നമ്മൾ ഇവിടെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. കുവേര 2 ആപ്ലിക്കേഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, കുവേര, ഗ്രോ. ടാറ്റ മ്യൂച്വൽ ഫണ്ടില്ല. ആ,
അല്ല, ഈ ഗ്രൂപ്പ് ഈ ആപ്ലിക്കേഷൻ വഴി പറ്റുമെന്നാ പറയുന്നത്. അത് ബ്രോക്കറാണ്, ബ്രോക്കറെ ഡയറക്റ്റ് ആണോ ഫണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ട്രൈ ചെയ്ത് നോക്കൂ. ഗ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പറ്റുമെന്നാണ് പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ചെയ്യേണ്ടി വരും. VPN യൂസ് ചെയ്യാൻ. ഏതാ? Zerodha. പക്ഷെ അവിടെ പല ഏജൻസികളും റെഗുലർ ആണ് സമ്മതിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് AMC കൊടുക്കേണ്ടി വരും, ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ പറ്റും. ഡയറക്റ്റ് ആണെങ്കിൽ അതാ എടുക്കണ്ടുള്ളൂ കേട്ടോ, റെഗുലർ എടുക്കരുത്. ഓക്കെ, എനിവേ അത് നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പൊ ടാറ്റ എത്തിക്കൽ ഫണ്ട് ഒരു ഹിസ്റ്റോറിക് റിട്ടേൺസ് ആണ് കേട്ടോ. നമ്മള് സിൻസ് ഇൻസെപ്ഷൻ, അതായത് നമ്മൾ 96 ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ സെപ്റ്റംബർ 2022 കണക്കനുസരിച്ച് ഏതാണ്ട് കാറ്റഗറി ആവറേജ് വരുന്ന റിട്ടേൺസ് നോക്കൂ, 315%. അതായത് 96 മുതൽ 2022 വരെയുള്ള ഗ്രോത്തിന്റെ കണക്കാണ് 315%. അത് കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ 0.41%. എന്ന് പറഞ്ഞാല് ഈ ഹിസ്റ്റോറിക് റിട്ടേൺ നോക്കിയിട്ടാണ് നമുക്കിത് താരതമ്യേന സേഫ് ആണെന്ന് പറയാൻ പറ്റുക, റിലേറ്റീവ്ലി സേഫ് ആണെന്ന് പറയാൻ പറ്റുക. ഭാവിയിൽ എന്താവും? ഭാവി ആർക്കും അറിഞ്ഞൂടാ, ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ ഹിസ്റ്റോറിക്കല് ഇത് എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കരുത്, അതൊരു പ്രശ്നമാണ്. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ എത്രയായി, മറ്റൊന്ന് എത്രയായി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്. നമ്മളൊരു ആവറേജ് ഗ്രോത്ത് നോക്കണ്ടുള്ളൂ. കാരണം ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്നിപ്പോ 12 ആയോ എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് നിരാശ വരും, ചിലപ്പോൾ കുറയും പിറ്റേ ദിവസം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞു, അവന് അന്ന് 150 രൂപ ഉള്ളൂ. 150 രൂപ 250 രൂപ വെള്ളം. ഒരു 2-3 മാസം എന്നെ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. 235 കാരണം 250 അവൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ വളരെ ഹാപ്പിയാണ്, കാരണം ഇപ്പൊ 427. അപ്പം അത് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിലുണ്ട്. അപ്പൊ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ കാണേണ്ടതുള്ളൂ. അതേസമയം നമുക്ക് ലംസം എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതും ഒരു ഡിസ്ക്ലൈമർ ആദ്യം തന്നെ പറയാം, ഞാൻ റഹ്ബാറിന്റെ ആരുമല്ല. റഹ്ബാർ എനിക്ക് കമ്മീഷൻ തരുന്നില്ല. പക്ഷെ ഞാൻ ചെയ്ത എനിക്ക് ബോധ്യമുള്ള ഒരു ശരിയായ കംപ്ലൈന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുകയും 10% ഏറെക്കുറെ ആവറേജ് 10% പ്രോഫിറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേമാണ്. ഇവരെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവര് റഹ്ബാർ കൺസൾട്ടൻസി എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ബാംഗ്ലൂരാണ് ഇവർ ബേസ് ആയിരിക്കുന്നത്. ബാംഗ്ലൂര് നമുക്ക് ഡിബഞ്ചേഴ്സ്, അവരിൽ നമ്മൾ ഡിബഞ്ചേഴ്സ് വാങ്ങിക്കുക ചെയ്യുക. ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിബഞ്ചേഴ്സ്, ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 2 ലക്ഷം 1 ലക്ഷം മുതലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു തരും. എന്നിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ID ഫുഡ്സ് കേട്ടണ്ട, ID ഫുഡ്സ് മറ്റേ PC മുസ്തഫറ, അതുപോലത്തെ ബാംഗ്ലൂർ കുറെ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഉണ്ട്. അവർക്കൊക്കെ ഇവര് എക്യൂപ്മെന്റ്സ് വാങ്ങിക്കൊടുക്കും, എക്യൂപ്മെന്റ്സ് റെന്റിന് കൊടുക്കും. ഇവർ എക്യൂപ്മെന്റ്സ് വാങ്ങിക്കും, വലിയ ട്രക്ക്, അതുപോലെ കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ്, ഇതൊക്കെ വാങ്ങിയിട്ട് ഇവർക്ക് റെന്റിന് കൊടുക്കും. ആ റെന്റിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇവരുടെ ലാഭം. ഇപ്പൊ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കതിന് ഇൻവെസ്റ്റ്മെന്റിന്റെ എല്ലാ ക്വാർട്ടറിലും അവർ 10% എങ്കിലും ആവറേജ് തരും. പക്ഷെ TDS ഉണ്ട്, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, അതുണ്ട്. അപ്പോ നമുക്കൊരു 10,000 അല്ലെങ്കിൽ ശരിക്കും പിന്നെ 5 lakhs ഏതാണ്ട് ഒരു 13,000 ഒക്കെ പ്രോഫിറ്റ് ഒരു ക്വാർട്ടറിൽ ഉണ്ടാവും. പക്ഷെ ഇത് ടാക്സ് കഴിഞ്ഞിട്ട് ഒരു 9,000 ഒക്കെ കിട്ടുള്ളൂ. പക്ഷെ പേടിക്കണ്ട, നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊത്തം ആ വർഷത്തെ വരുമാനം, നാട്ടിൽ നിന്നുള്ള വരുമാനം 7 ലക്ഷത്തിൽ കുറവാണെങ്കിൽ ആ ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടും. പിടിച്ച ടാക്സ് വർഷാവസാനം നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്താൽ തിരിച്ചു കിട്ടും. റിട്ടേൺ ഫയൽ ചെയ്യാൻ സിമ്പിൾ ആണ്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിറ്റിംഗ് ഫേമിനെ അടിച്ച ഒരു 2,000 രൂപ അവർക്ക് കൊടുത്താൽ മതി. എന്നാലും ഈ കിട്ടുന്ന ടാക്സ് വെച്ച് നോക്കുമ്പോൾ, തിരിച്ചു കിട്ടുന്ന റീഫണ്ട് വെച്ച് നോക്കുമ്പോൾ അത് മാനേജബിൾ ആണ്, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ കുറെ വർഷമായി ഞാൻ ചെയ്യുന്നത്. ഞാനൊരു ദുബായിൽ നിന്ന് തുടങ്ങി, ഇപ്പൊ 15 വർഷത്തോളം. 15 ആയിട്ടില്ല, ഇല്ല, ഇവിടെ വന്നിട്ടാ തുടങ്ങിയ. 10 years എന്തായാലും ആയിട്ടുണ്ട്, 10ന്റെ മുകളിലായിട്ടുണ്ട്. ഇവരുടെ നിങ്ങൾക്ക് സൈറ്റിൽ പോയി നോക്കി, ഇതാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ. നമ്മള് ഇൻവെസ്റ്റേഴ്സ് അവർക്ക് RERL എന്ന് പറഞ്ഞാൽ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യും.
അവർ ഇത്തരം ഫെസിലിറ്റീസിനെ ഫണ്ട് ചെയ്യും, എക്യുപ്മെന്റ്സ് റെന്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ ഇതിനകത്ത് ഒന്നും അല്ലാത്ത ഒരു പ്രൊമോട്ടർ അല്ല, എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ ഒരു പൈസ. പക്ഷെ ഞാൻ ചെയ്ത സക്സസ്ഫുൾ ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ്, നേരത്തെ പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഗൾഫുകാരുടെ പൈസ അടിച്ചുകൊണ്ട് പോണ കടകളൊക്കെ, അതിനൊക്കെ വ്യത്യസ്തമായി ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് കൃത്യമായി ഡോക്യുമെന്റഡ് ആണ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതിന്റെ. പക്ഷെ ഭാവിയിൽ എന്ത് സംഭവിക്കും? അൺപ്രഡിക്റ്റബിൾ, പറയാൻ പറ്റില്ല. ശരി, നമ്മുടെ മറ്റേ സിദ്ദീഖ് ഹസൻ സാഹിബ് തുടങ്ങിയ പറഞ്ഞു. അതെ, ഇത് പിന്നെ മോശമാണ്, ലോവർ പെർഫോമൻസ് ആണ്. ടാറ്റ എത്തിക്കൽ ഫണ്ട്, നിങ്ങൾക്ക് ഒറ്റ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉള്ളെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് മാത്രം ചെയ്താൽ മതി. അതായത് പരമാവധി അതിൽ തന്നെ ചെയ്യാം. ഇത് ഡൈവേഴ്സിഫൈ ചെയ്യണം, മ്യൂച്വൽ ഫണ്ട് മാത്രം പോരാ. റിട്ടേൺ 10 to 12. അതായത് നമ്മളൊരു 5 ലക്ഷം ഇട്ടാൽ ഒരു ക്വാർട്ടറിൽ 13,000 to 14,000 കിട്ടും. അതിൽ ടാക്സ് പോയാൽ ഒരു 9,000 to 10,000 നമുക്ക് കിട്ടും, പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. പക്ഷെ അത് നമുക്ക് റിട്ടേൺ എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ, ഇൻകം ടാക്സിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് അത് തിരിച്ചു കിട്ടും. 7 ലക്ഷത്തിന്റെ മുകളിൽ ലാഭം ഉണ്ടാകാതിരുന്നാൽ മതി. ഈവൻ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ക്യാപിറ്റൽ ഗെയിനും നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ ആ ടാക്സ് തിരിച്ചു കിട്ടും. എല്ലാ വർഷവും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. കാരണം മറ്റു വരുമാനം ഇല്ലാത്ത ആളുകൾക്ക്, ഒരുപാട് വരുമാനം ഉള്ളവർക്കാണ് ടാക്സ് ധാരാളം കൊടുക്കേണ്ടി വരും. ഇനി ടാക്സിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാവണ്ട. ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ലാഭം ഉണ്ടാക്കാതിരിക്കുന്നത് എന്ത് പരിപാടിയാണ്? അത് അങ്ങനെയല്ലല്ലോ. ടാക്സ് കൊടുത്തോ, എന്നിട്ട് ലാഭം ഉണ്ടാക്കിയോ, അതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ CH അബ്ദുറഹീം എന്ന് പറഞ്ഞിട്ട്, അല്ല ഒരു മാസമല്ല, അവർക്ക് ഓരോ പ്രൊജക്ടുകൾ ഉണ്ടാവും. ഞാൻ വേണമെങ്കിൽ അവരുടെ നമ്പർ തരാം, ഇമെയിൽ തരാം, നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ടാൽ അവർ അറിയിക്കും ഏതൊക്കെ ഓരോ ടൈമിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകൾ ഉണ്ടാവും. ആ സമയത്ത് അവര് ഇമെയിൽ വയ്ക്കും. അപ്പൊ നമുക്ക് 1 ലക്ഷം മുതൽ എത്ര വേണമെങ്കിലും ഇടാം, മിനിമം 1 lakh. അതന്നെ റഹ്ബാർ അതന്നെ. അപ്പോ അതില് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. അവര് പിന്നെ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്, കർണാടക ഗവൺമെന്റിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിബഞ്ചർ നമുക്ക് എപ്പോഴും ക്ലെയിം ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ പറയാതെ ഞാൻ പറയുന്നു, നിങ്ങൾ പഠിക്കണം, അല്ലാതെ ഒന്നും പഠിക്കാതെ ചെയ്യരുത്. ഞാൻ ഈ മോഡലുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മളെല്ലാം തട്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞ. നേരത്തെ നമ്മളൊന്നും ഒരുപാട് ഇല്ലാത്തതിന്, പക്ഷെ ഉള്ള ഓപ്ഷൻസ് നമ്മൾ പറയണല്ലോ, അതുകൊണ്ട് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരു കമ്പനിയാണ് അസെറ്റിഫൈ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അസെറ്റിഫൈ എന്നുള്ളതും ഇതേപോലെ റഹ്ബാർ മോഡൽ തന്നെ ചെയ്യുന്ന കമ്പനിയാണ്. അതിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. പെട്ടെന്ന് മുങ്ങുന്ന, പെട്ടെന്ന് അങ്ങനത്തെ ഒരു കമ്പനി അല്ല, മറിച്ച് വളരെ സ്ട്രോങ് ഫണ്ടമെന്റ്സ് ഉള്ള, ഇസ്ലാമിക ശരീരത്തെ അനുസരിച്ച് ബിസിനസ് ചെയ്യണം താല്പര്യമുള്ള ആളുകൾ മാത്രമുള്ള കമ്പനികളാണ്. ഇത് CH അബ്ദുറഹീം സാഹിബാണ് നമുക്ക് പരിചയം ഉണ്ടാവുക. പണ്ട് സിദ്ദീഖ് ഹസൻ സാഹിബ് ഒരു AICL എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയില്ലേ, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്രെഡിറ്റ്. ഇപ്പോഴും ഉണ്ട് അത്. അതിന്റെ ചെയർമാൻ ആയിരുന്നു ഈ CH അബ്ദുറഹീം സാഹിബ്. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ്. ഇവരിൽ പലരെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. പക്ഷെ അതല്ല നിങ്ങളുടെ മാനദണ്ഡം. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്താൽ മതി. 1 ലക്ഷമൊക്കെ അങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഗ്രീഡി ആവാതിരിക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വാറൻ ബഫറ്റ്, അയാളെ നമ്മൾ വേറെ ഒന്നും ഉദ്ധാരിക്കണ്ട, പക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് ചിലപ്പോൾ ഉദ്ധാരിക്കേണ്ടി വരുമല്ലോ. അത്ര സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീഡി ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പണം എടുത്തിട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഏർപ്പാടിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ ആർത്തിയുള്ളവരുടെ അടുത്ത് പൈസ എടുത്തിട്ട് ക്ഷമയുള്ള ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന പരിപാടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ ആ ക്ഷമ കാണിക്കേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് അല്ലാതെ ശരിയായ കംപ്ലൈന്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ള ഈ സ്ലൈഡൊക്കെ വേണ്ടി ഞാൻ അയച്ചു തരട്ടെ. കാരണം ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രം മതിയല്ലോ, എല്ലാവരും വിശദീകരിക്കണ്ടല്ലോ. ഇത്രയും സ്റ്റോക്ക് ശരിയായ കംപ്ലൈന്റ് ആണ്. ഇത്രയും സ്റ്റോക്കുകൾ ഏതൊക്കെ കമ്പനി നോക്കിയേ? സീമെൻസ്, അംബുജ, ഇന്ദ്രപ്രസ്ഥ, ടാറ്റ, ഗ്ലോബൽ ബിവറേജസ്, ഇങ്ങനെ ഇനിയുണ്ട്. ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഏഷ്യൻ പെയിന്റ്സ്, ടെക് മഹീന്ദ്ര. ഞാൻ പറഞ്ഞല്ലോ 15% ഓഫ് ഇന്ത്യൻ കമ്പനീസ് ദേ ഡു ബിസിനസ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചല്ല അവർ കംപ്ലൈന്റ്, അവർ ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രോപ്പറായിട്ട് എത്തിക്കൽ വഴിയിലൂടെ.
അപ്പൊ ഈ കമ്പനികളുടെ ഷെയർ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് വാങ്ങിക്കാം. ഈ കമ്പനികളുടെ ഷെയർ ഇൻഡിവിജ്വലി നമുക്ക് വാങ്ങിക്കാം. പക്ഷെ അപ്പൊ ഒരു പ്രശ്നം, ഒന്ന്, ക്ഷമ കാണിക്കണം. രണ്ട്, ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കണം. ഓരോ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നന്നായി പഠിക്കണം. അപ്പൊ ആ പഠിക്കാനും റിസർച്ച് നടത്താനൊക്കെ ക്ഷമയില്ലാത്തവരാണ് മ്യൂച്വൽ ഫണ്ടിനെ റിയലൈസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ചോദിച്ചു. അതായത് പിന്നെ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ ബാങ്കുകളായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻ നമ്മുടെ നാട്ടിലേക്ക് എക്സ്ചേഞ്ച് പണം അയക്കാനൊക്കെ ഈ ബാങ്ക്, നിലവിലുള്ള ബാങ്കിങ് സിസ്റ്റം, ഈ ബാങ്കുകൾ നമ്മുടെ പൈസ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അയക്കാൻ സമ്മതിക്കൂല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സർട്ടൻ എമൗണ്ടിൽ കൂടുതൽ അയക്കാൻ ഇവർ സമ്മതിക്കൂല. സർട്ടൻ രാജ്യങ്ങളിലേക്ക് അയക്കാൻ സമ്മതിക്കൂല. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ സംഘടനകൾ, അവർക്കൊന്നും ഇവർ സമ്മതിക്കൂല, പൈസ അയക്കാൻ സമ്മതിക്കൂല. നമ്മുടെ പൈസകൾ നമ്മൾ കാര്യമായി അധ്വാനിച്ച പൈസ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടേക്കും പൈസ അയക്കാം, ആർക്കും പൈസ കൊടുക്കാം. ലോകത്ത് കഷ്ടപ്പെടുന്ന ഏത് ജനവിഭാഗത്തെ സഹായിക്കാൻ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പറ്റും. ഇന്നത്തെ അവസ്ഥയിൽ ക്രിപ്റ്റോ കറൻസി അതിനൊക്കെ സഹായകമാണ്. അപ്പോ ബിറ്റ് കോയിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ക്രിപ്റ്റോ കറൻസി. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് എല്ലാറ്റിന്റെ അടിസ്ഥാനം ഇസ്ലാമിൽ ഹലാലാണ്. എല്ലാം അടിസ്ഥാനപരമായി ഹലാലാണ്. ഹറാമാകാൻ കാരണം വേണം. അപ്പൊ ബിറ്റ് കോയിൻ ഹറാമാണ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഇതെല്ലാം അവർ മെയിൻ കാരണമാണ്. ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള ഗുണമാണ് ശരിക്കും. രണ്ട്, സ്പെക്കുലേഷൻ ആണ്. സ്പെക്കുലേഷൻ ഇല്ലാത്ത എന്തുള്ള സ്പെക്കുലേഷനുള്ള മൊത്തം മാർക്കറ്റ് നമ്മുടെ മൊത്തം. ഇപ്പൊ അതുപോലെ എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം വരുന്നു. എക്സ്ചേഞ്ച് റേറ്റ് തന്നെ നമ്മുടെ ഇന്ത്യൻ കറൻസിക്ക് എത്രയോ താഴേക്ക് പോയി. ഒരു കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്രയോ താഴേക്ക് പോയി. ഡിമാൻഡ് ആൻഡ് സപ്ലൈ വല്ലാതെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. അപ്പൊ അതെല്ലാം വിലയിരുത്തിയിട്ട് യാസിർ കാവിയെ പോലുള്ള, അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും, ഈ മലയാളത്തിലടക്കം ചില വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മിക്കവാറും ആളുകൾ പറയുന്നത് ഹലാലാണ് എന്നുള്ളതാണ്. പക്ഷെ ശുഭത്തിൽ ചിലർക്കൊക്കെ സംശയിക്കാം. ഹലാലു ബയ്യനും ഹറാമു ബയ്യനും ബൈനഹുമ ഉമൂറുൻ മുതശാബിഹാത്ത് അല്ല, ചില ശുഭത്തുള്ള സംഗതി ഉണ്ട്. അപ്പോ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരാള് അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്, ഇസ്ലാമിക ചാരിറ്റി സംരംഭങ്ങൾക്ക് ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊരാൾ തീരുമാനിച്ചാൽ അത് നല്ലൊരു ഏർപ്പാടാണെന്നാണ് ഞാൻ പറയാം. അതേസമയം നേരത്തെ പറഞ്ഞ മെറ്റാവേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് തട്ടിപ്പുകളുണ്ട്. കാരണം മെറ്റാവേഴ്സ് കേൾക്കുമ്പോൾ ആൾക്കാർ അറിഞ്ഞോളൂ ഇത് എന്താ സംഭവം. രസമല്ല, ഈ മെറ്റാവേഴ്സ് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചൊക്കെ പറയുന്ന വീഡിയോകൾ ഞാൻ കുറെ കണ്ടു നോക്കി. ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. തട്ടിപ്പിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വാർത്തകൾ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്ക്, ഈ തട്ടിപ്പിന്റെ വാർത്തകൾ. കാരണം വെച്ചാൽ ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയണമല്ലോ ലോകത്ത്. അത് നോക്കുമ്പോ അവർ പറയാണ് നാളെ മെറ്റാവേഴ്സ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇയാള് മെറ്റാഫോഴ്സ് മാറ്റി പറയും. ഈ പറയുന്ന ആളുകൾക്ക് തന്നെ അറിഞ്ഞൂടെ എന്താണ് മെറ്റാവേഴ്സ്, എന്താണ് മെറ്റാഫോഴ്സ്. മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് കോയിൻ കമ്പനിയുടെ ഒരു കമ്പനിയാണ്, അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഇന്റർനെറ്റിന്റെ മറ്റൊരു വേർഷൻ, വെബ് 3 ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വരുന്ന വേറൊരു ലോകത്തെ കുറിച്ചാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റിയും പിന്നെ വെർച്വൽ റിയാലിറ്റിയും ഒക്കെ കൂടെ വരുന്ന ഒരു ലോകത്തെ കുറിച്ചാണ്. നമ്മുടെ അവതാർ ഒക്കെ വരാൻ പോകുന്ന മനുഷ്യന്മാര് തന്നെ വേറൊരു ലോകത്ത് ജീവിക്കാൻ പോകുന്ന ഒരു യൂണിവേഴ്സാണ് മെറ്റാവേഴ്സ്. അപ്പോ ഇതിൻ്റെ അകത്ത് ചതിക്കുഴികളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ ഇത് എന്താണെന്ന് അറിയണം. എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ സ്മാർട്ട് കോൺട്രാക്ട്, എന്താണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞ സാധനം, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. എനിക്കൊന്ന് എന്നെക്കാളും നന്നായിട്ട് ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം, എങ്ങനെ അത് ഉപയോഗപ്പെടുത്തും. ചിലപ്പോൾ അത് ഉപയോഗപ്പെടുത്തി പൈസ ഉണ്ടാക്കുന്ന ധാരാളം ചെറുപ്പക്കാരെ എനിക്കറിയാം. മാംഗ്ലൂരുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ഇതിന്റെ സ്ഥിരം ആളാണ്. അവന് നല്ല ദീനി ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. സാമ്പത്തികമായിട്ട് നല്ല മെച്ചം ഉണ്ടാക്കുന്നുണ്ട് അവൻ. അത് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചാല് അതൊരു നല്ലൊരു വഴിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ പഠിക്കണം എന്നാ പറയാം. അതുപോലെ നമുക്ക് പല പുതിയ ബിസിനസ് AI ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ പലപ്പോഴും പിന്നെ അടുത്തൊരു ഭാവിയെ കുറിച്ച് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകമാണ്. അതിന്റെ സംഗതികളെ കുറിച്ചാണ് പറഞ്ഞത്. ഓൺലൈൻ ആയിട്ടുള്ള ടീച്ചിങ്, നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ
പല വഴികളുണ്ട്. ഒറ്റൊരു യൂട്യൂബ് വീഡിയോ, ഇൻസ്റ്റാഗ്രാം റീല് മാത്രമല്ല, ഓൺലൈൻ ആയിട്ടുള്ള പല സംരംഭങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പഠിപ്പിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ട്യൂട്ടറിങ്, വെർച്വൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലികൾ, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ പല പല അഭിപ്രായങ്ങളുണ്ട്. അത് പിന്നെ ശരിയാത്തിനനുസരിച്ചായിട്ടുള്ളതാണോ എന്നൊക്കെ. പക്ഷെ നമ്മൾ പഠിച്ചു നോക്കുക. എംപ്ലോയി ട്രെയിനിങ്, ന്യൂട്രീഷൻ കോഴ്സ്, കരിയർ കൗൺസിലിംഗ്, ഫിറ്റ്നസ് ട്രെയിനിങ്, സോഷ്യൽ മീഡിയ കൺസൾട്ടന്റ്, ട്രാൻസ്ലേഷൻ സർവീസ്, ടിഫിൻ സർവീസ്, ഫൈനാൻഷ്യൽ ഒരുപാട്. ഈ അടുത്തൊരു ജോബിനെ കുറിച്ച് ഞാൻ കേട്ടാണ് ലിങ്ക്ഡിനില്. ചീഫ് ലിസണിംഗ് ഓഫീസർ കേട്ടണ്ട? ചീഫ് ലിസണിംഗ് ഓഫീസർ എന്താ ജോലി? ചീഫ് ലിസണിംഗ് ഓഫീസർ എന്താ ജോലി? എന്താ കേട്ടിരിക്കാം. ഓക്കെ, അതിൽ ലിസണിങ്ങിന്റെ അർത്ഥമല്ലേ? സോഷ്യൽ മീഡിയ വാച്ച് ചെയ്തിട്ട് അതിലുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പഠിക്കുക. അതാണ് ചീഫ് ലിസണിംഗ് ഓഫീസർ. നമ്മൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ചീഫ് ലിസണിംഗ് ഓഫീസറുടെ ജോലി ഇപ്പോ അപ്പോ കാലത്തിനനുസരിച്ച് നമ്മളിപ്പോ ചെയ്യുന്ന ജോലികളിൽ ഒരു 30% ജോലിയും അടുത്ത 10 വർഷത്തിനുള്ളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. AI എടുത്തോളൂ. പക്ഷെ പുതിയ പല ജോലികളും ഉണ്ടാവും. അപ്പൊ നമ്മള് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. വെറും ഒരു മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇട്ടിട്ട് ഇരുന്നാൽ പോരാ. അടുത്ത വഴികൾ എന്തൊക്കെയുണ്ട്? പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായി എത്ര ഉണ്ടാക്കാൻ പറ്റും അത്ര ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത്ര കഴിവ് നമ്മൾ നേടുക എന്നുള്ളതാണ്. ഹലാലായ വഴിയിലൂടെ, എത്തിക്കലായിട്ടുള്ള വഴികളിലൂടെ. ടു ഡബിൾ യുവർ ഇൻകം, ഇത് മനസ്സിലാക്കി വെച്ചോ. ടു ഡബിൾ യുവർ ഇൻകം, ട്രിപ്പിൾ യുവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെൽഫ് ഡെവലപ്മെന്റ്. എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒന്ന് കൈപൊക്കി. എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്ന എത്ര പേര്? വളരെ കുറച്ച് പേരുള്ളൂ. കോഴ്സ് പഠിക്കുക എന്ന് പറയുമ്പോ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് തന്നെ പഠിക്കണമെന്നില്ല. ഇപ്പൊ ഏറ്റവും വലിയ സർവകലാശാലകൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. EDX കേട്ടോ? EDX, പിന്നെ EDX പിന്നെ അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോം ഉണ്ടല്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പല ടെക്നിക്കൽ കോഴ്സുകളും സ്മാർട്ട് കോഴ്സുകളും ഓൺലൈനായിട്ട് ഫ്രീലി അവൈലബിൾ ആണ്. നമ്മുടെയൊക്കെ ഫീൽഡിൽ പറ്റിയ കോഴ്സ് ഉണ്ടോ നോക്കിയിട്ട് അത് ചെയ്യാം. ഒരു $100 കൊടുത്ത സർട്ടിഫൈഡ് കോഴ്സുകൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ 365 റിയാല്. നേരത്തെ പറഞ്ഞ ഈ നമ്മൾ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേസ്റ്റ് അല്ല. എനിക്കത് പേഴ്സണലി പറയാനുള്ള അർഹതയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഗൾഫിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് വെറും +2 കഴിഞ്ഞു നാട്ടിൽ. അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി പരീക്ഷ എഴുതുന്നതിന്റെ 1 മാസം മുമ്പ് പോകുന്ന ആളാണ് ഞാൻ. പക്ഷെ വന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റായിരുന്നു. പിറ്റേ വർഷം പോയിട്ട് BA ഡിഗ്രി എഴുതിയെടുത്തു. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് BA അറബിക് ആൻഡ് ഹിസ്റ്ററിയിൽ എനിക്ക് കിട്ടി. പിന്നെ അടുത്ത വർഷം പോയിട്ട് MA പൊളിറ്റിക്കൽ സയൻസിൽ MA ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. 96 മധുര കാമറാജിലെ MA ജേർണലിസം. അതിനുശേഷം 2018 PhD മദ്രാസ് യൂണിവേഴ്സിറ്റി. ഇത്ര എടുത്ത ആളായതുകൊണ്ട് എനിക്കത് പറയാൻ ധൈര്യമായിട്ട്. എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയുന്നത് എന്റെ ഒരു മഹത്വം നിങ്ങളുടെ മുമ്പിൽ പറയാനല്ല ഞാൻ പറയണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഗൾഫിലെ സാഹചര്യത്തില് നമ്മളൊന്നും പഠിക്കാതിരിക്കരുത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാര് എല്ലാ ദിവസവും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോ എന്താ ചെയ്യാം? വണ്ടി ഓടിക്കുന്നവരല്ല മിക്കവാറും. എത്ര പേര് വണ്ടി ഓടിക്കുന്നവരുണ്ട്? വണ്ടി ഓടിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ എന്താ ചെയ്യാ വാഹനത്തില്? നിങ്ങൾ കാറിൽ പോകുമ്പോ എന്താ ചെയ്യാ? റേഡിയോ കേൾക്കും അല്ലെ? റേഡിയോ കേൾക്കും. മിക്കവാറും ആളുകൾക്ക് റേഡിയോ കേൾക്കും. ഞാൻ ചെയ്യുന്ന ഒരു പടി പറഞ്ഞിട്ടെ. എന്റെ ഫോണില് യൂട്യൂബിന് നല്ല വീഡിയോസ്, എഡ്യൂക്കേഷണൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് കുറെ ഉണ്ടാവും. അത് ബ്ലൂടൂത്തില് അത് പ്ലേ ചെയ്യും. എത്ര മണിക്കൂർ വൈകിയാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്റെ പഠനം നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എഗൈൻ ഞാൻ പറയുന്നത് എന്റെ മഹത്വം പറയാൻ വേണ്ടി ഞാൻ പറയില്ല. നമ്മുടെ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റീൽസ് കാണുന്ന സമയം ഒക്കെ റീൽസ് കണ്ടോ നിങ്ങള്? റീൽസും ഫേസ്ബുക്കിലൊക്കെ ഇരുന്നോ? പക്ഷെ അതിനൊരു ടൈം നിശ്ചയിക്കണം. നമ്മൾ പുതിയ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആരെങ്കിലും ഞാൻ പറയണേ ഒരാൾ പാവപ്പെട്ടവനായിട്ട് ജനിക്കുക എന്നുള്ളത് അയാളുടെ കുറ്റമല്ല. പക്ഷെ പാവപ്പെട്ടവനായിട്ട് മരിക്കുകയാണെങ്കിൽ അത് അവന്റെ കുറ്റമാണ്. അത്ഭുതമുണ്ടാ? ഒരാൾ പാവപ്പെട്ടവനായിട്ട് ജനിക്കുക എന്നുള്ളത് അയാളുടെ കുറ്റമല്ല. പക്ഷെ പാവപ്പെട്ടവനായിട്ട് അയാൾ മരിക്കുകയാണെങ്കിൽ അത് അവന്റെ കുറ്റം തന്നെയാണ്. കാരണം ഇത്രയധികം അവസരം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഇത്രയധികം അവസരം ഈ ലോകത്ത്. അപ്പൊ ഖത്തറിൽ ജോബ് മാർക്കറ്റ് വളരെ ഡള്ളാണ്, ഇവിടെ ജോലി മാറാൻ സാധ്യത, ഇതൊന്നും പറയണ്ട.
ഞാന് എന്റെ മഹത്വം തന്നെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ പറയുന്നത് നിങ്ങൾക്ക് പ്രചോദനം വേണ്ടിട്ടാ. ഖത്തർ ഗ്യാസിൽ എനിക്ക് ജോലി കിട്ടുന്നത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രിൻസിപ്പൽ മീഡിയ ഓഫീസറായിരുന്നു ഞാൻ. ഖത്തർ ഗ്യാസിൽ ജോലിക്ക് ഗൾഫ് ന്യൂസിൽ പരസ്യം കണ്ടിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 45 പേരുടെ ഒപ്പം ഇന്റർവ്യൂവിന് പങ്കെടുത്തു. 45 പേരുടെ. അതിൽ 25 പേര് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ 25 പേരിന് ഒന്നാമനായിട്ടാണ് ഖത്തർ ഗ്യാസിൽ 2009 എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോ എന്റെ മനസ്സിൽ ആ ജോലിക്ക് ഞാൻ എങ്ങനെ പ്രിപ്പയർ എന്നുള്ള കൃത്യമായ രൂപരേഖ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു ടെലിഫോൺ ഇന്റർവ്യൂ 45 മിനിറ്റ് ഖത്തറിലേക്ക് അവർ വിളിച്ചു. ഞാൻ ആദ്യം അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ എന്ന ഒരു 60 ചോദ്യമുള്ള ഒരു പുസ്തകം അത് വായിച്ച് ശരിക്കും പഠിച്ചു. ഏതൊക്കെ ചോദ്യങ്ങൾ ഇവർ ചോദിക്കും. അപ്പൊ അതില് ഉണ്ട് നിങ്ങൾ പോകുന്ന കമ്പനിയെ കുറിച്ച് ശരിക്കും പഠിക്കണം. ഖത്തർ ഗ്യാസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ ആ ഇന്റർവ്യൂവിന്റെ തലേന്ന് ഇരുന്നിട്ട് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് മനസ്സിൽ മുമ്പിൽ വെച്ചു. പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങള് ആദ്യമായിട്ട് അവരെന്താ നമ്മളോട് ചോദിക്കുക, ഹു ആർ യു, അല്ലെ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ആദ്യത്തെ ചോദ്യം എന്നാണ് മിക്കവാറും അവർ ചോദിച്ചാൽ തന്നെയാണ്. ഞാൻ കൃത്യമായ ഉത്തരം മനപ്പാടാക്കി വെച്ചിരുന്നു. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. പിന്നെ എക്സാമ്പിൾസ് ഓഫ് ടീം വർക്ക് മിക്കവാറും ചോദിക്കും. ടീം വർക്കിന്റെ ഉദാഹരണം. ഹൗ ഡിഡ് യു ഫേസ് ചാലഞ്ചസ്, എക്സാമ്പിൾസ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്. ഇതെല്ലാം എക്സാമ്പിൾ 1 by 1 ആയിട്ട് കാണാതെ പഠിച്ചു വെച്ചു. 60 ചോദ്യങ്ങളുടെ ഉത്തരം 45 മിനിറ്റ് കൊണ്ട്. അതൊരു 6-7 ചോദ്യം അവർ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അടുത്ത് ഉത്തരം ഉണ്ടായിരുന്നു ഫോണിൽ ഇന്റർവ്യൂ. അത് കഴിഞ്ഞ് അവര് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ റാഡിസൺ ബ്ലൂവില് നല്ല അക്കോമഡേഷൻ തന്നു. എന്നിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പോഴൊക്കെ കൃത്യമായ മറുപടി. അങ്ങനെയാണ് ആ ജോലി കിട്ടിയത്. ഒരു റെക്കമെൻഡേഷനും ആരുമില്ല. ആരും പുഷ് ചെയ്യാനും പുള്ള് ചെയ്യാനും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മാർക്കറ്റ് എത്ര ഡൗൺ ആണെങ്കിലും നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മളെ കുറിച്ച് മോശമായിട്ട് കാണാതിരിക്കുക. നമ്മളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് വേണ്ടിയിട്ട് ഒരു പൊസിഷൻ ആ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമയമായ നമ്മുടെ സമയം അത് നമ്മൾ ഒരു കമ്പനിനെ കാണാം. ഈ ഖത്തറിൽ നമ്മൾക്ക് ജോലി ഒരു 5 വർഷം കൊണ്ട് ഞാൻ ഇന്ന കമ്പനിയിൽ ഇന്ന പൊസിഷനിൽ ജോലിക്ക് കയറും എന്ന് ഇപ്പോഴേ തീരുമാനിക്കുക. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോ ട്രിപ്പിൾ യുവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പേഴ്സണൽ ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞ വലിയ ടി വി ഉണ്ടല്ലോ, പൂർ പീപ്പിൾ ഹാവ് ബിഗ് ടെലിവിഷൻ, റിച്ച് പീപ്പിൾ ഹാവ് ബിഗ് ലൈബ്രറീസ്. എന്റെ വീട്ടിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്. നിങ്ങൾ വന്നാൽ അതിൽ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം. ഈ പുസ്തകം ഉണ്ട് എന്റെ റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഒരു നല്ല 1-ാം നമ്പർ ക്യാപിറ്റലിസ്റ്റ് എഴുതിയതാണ്. പക്ഷെ ആ ക്യാപിറ്റലിസ്റ്റിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ് മലയാളത്തിലും കിട്ടും ഈ പുസ്തകം. എറണാകുളത്ത് ബ്ലോസം ബുക്സിൽ പോയാൽ 400 രൂപ വിലയുള്ള ബുക്കൊക്കെ 100 രൂപയ്ക്ക് കിട്ടും. വായിച്ചതായിരിക്കും വേറെ ആരെങ്കിലും. ദർബാർ ഹാൾ റോഡിൽ, എറണാകുളം. താങ്ക് യു. അസ്സലാമു അലൈക്കും.